ഹായ്. അപ്പം എക്സാമൊക്കെ അടുത്തിരിക്കുകയായിരിക്കും. അപ്പം നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളെ മെറ്റീരിയലും നമ്മളെ ക്ലാസ്സിലെടുത്തിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് നല്ലൊരു മാർക്ക് വാങ്ങാൻ, അതല്ല ഒരു പാസ്സാവാൻ പോലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് MCQ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ MCQയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഒന്ന് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നത് പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്യാം, മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു കുറച്ച് സീരീസ് ഓഫ് MCQs ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പോലെ MCQൻ്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പോലെ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ ബാങ്ക് ബേസ് ചെയ്തിട്ടുള്ള MCQ ആയിരിക്കും നമ്മൾ ഈ ഒരു സെക്ഷനിൽ കവർ ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾ ക്ലാസ് നോട്ട്സും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ MCQ റിലേറ്റഡ് ആയിട്ടുള്ള ഈ സെക്ഷനും കൂടെ എന്ത് ചെയ്യുക, പഠിക്കുക. എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കിതിൽ കാണാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നമുക്ക് ഓഡിറ്റിങ്ങിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് ഏരിയാസ് എന്ന് പറയുന്നത്, ഒന്ന് അതിൻ്റെ ബേസിക്സ് ആണ്, എന്താണ് ഓഡിറ്റിങ്, അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ രണ്ടാമത്തെ നമ്മളെ കമ്പനി ഓഡിറ്റാണ്. കമ്പനി ഓഡിറ്റും കോസ്റ്റ് ഓഡിറ്റും അടങ്ങുന്ന ഒരു ഏരിയ ആണ്. അതേപോലെ തന്നെ നമുക്ക് മിസ്ലേനിയസ് ആയിട്ടുള്ള വേറെ കുറേ ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വൗച്ചിങ്, വെരിഫിക്കേഷൻ, അതേപോലെ തന്നെ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ഓഡിറ്റ്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ മൂന്ന് രീതിയിലാണ് നമുക്ക് ഓഡിറ്റിങ്ങിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ട് ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന MCQയിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് അധികവും നമ്മൾ ഓഡിറ്റിങ്ങിൻ്റെ ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, സോ ലെറ്റ് സി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞു വെച്ചാൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എസെൻഷ്യൽ ഫീച്ചർ ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റിങ്ങിൻ്റെ എസെൻഷ്യൽ ഫീച്ചർ അല്ലാത്ത ഓപ്ഷൻ ഏതാണ് എന്നാണ് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. ഓക്കെ, നമ്മൾ എപ്പോഴും MCQ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് തിയറി പേപ്പറിൽ നമുക്ക് വായിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ വായനയിൽ തന്നെ ചിലപ്പം ചില കാര്യങ്ങൾ മനസ്സിലാവണമെന്നില്ല. പ്രത്യേകിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനൊക്കെ ഇതേപോലെയുള്ളൊരു ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ കുറേ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ചില കുട്ടികൾക്ക് ഒരു മൈൻഡ് സെറ്റ് വരും, ഏതെങ്കിലും ഒന്ന് ടിക്ക് ചെയ്യാം എന്നുള്ള മൈൻഡിലേക്ക് ചിലർ പോകും. ചിലർ ആദ്യത്തെ റീഡിങ് തന്നെ ഇതായിരിക്കും എന്നുള്ളൊരു മുൻവിധിയിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെ ടിക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നിങ്ങളൊരു 3 പ്രാവശ്യമെങ്കിലും മിനിമം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യുക. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എസെൻഷ്യൽ ഫീച്ചർ ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റിങ്ങിൻ്റെ എസെൻഷ്യൽ ഫീച്ചർ അല്ലാത്ത ഓപ്ഷൻ ഏതാണ് എന്നാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഓഡിറ്റിംഗ് നമ്മൾ അറിയണം. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്, ഇറ്റ് ഇൻവോൾവ്സ് ഇവാലുവേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് റിലവൻസ്, reliability and adequacy of evidence in support of verifiable information such as vouchers, documents, explanations. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ എന്താ പറയുന്നത് വെച്ചാൽ, ഓഡിറ്റിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെന്താണ്, വെരിഫിക്കേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് റിലവൻറ്റ് ആൻഡ് അഡിക്വസി ഓഫ് എവിഡൻസ് ഇൻ സപ്പോർട്ട്. ഇത് ആക്ച്വലി നമ്മൾ വൗച്ചിങ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ വൗച്ചിങ് എന്ന് പറയുന്നത് ആക്ച്വലി ഓഡിറ്റിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. സോ ഇറ്റ് ഈസ് എൻ എസെൻഷ്യൽ ഫീച്ചർ ഓഫ് ഓഡിറ്റിംഗ്. ആ ഒരു ഓപ്ഷൻ നമുക്ക് ശരിയാണെന്ന് തന്നെ പറയാം. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ എന്താ പറയുന്നത്, ഇറ്റ് ഈസ് അനലിറ്റിക്കൽ, critical and investigative review of systems of accounting and internal control. ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു അനലിറ്റിക്കൽ സ്കില്ലാണ്. അതേപോലെ തന്നെ ഒരു ക്രിട്ടിക്കൽ എക്സാമിനേഷൻസ് ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ അവിടെ ചെയ്യും. ഓഡിറ്റിംഗ് ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ല എന്ന് പറയുമ്പോഴും ഇൻവെസ്റ്റിഗേഷൻ്റെ പല ഫീച്ചേഴ്സും നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷനും അല്ലെങ്കിൽ ആ ഒരു ഫീച്ചറും നമുക്ക് എന്തിൽ കാണാൻ പറ്റും, ഈ ഓഡിറ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ ഫീച്ചറിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ രണ്ടാമത്തെ ഓപ്ഷനും കറക്റ്റാണ്. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ എന്താ പറഞ്ഞത്, ഇൻഫർമേഷൻ audited are non-financial in nature. See, ഓഡിറ്റിങ്ങിൻ്റെ ഡെഫിനേഷൻ നമ്മൾ എന്താ പറഞ്ഞത്, ഓഡിറ്റിംഗ് ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ഓഫ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ആണ് അല്ലേ. ഇവിടെ എന്താ പറയുന്നത്, ഇൻഫർമേഷൻ ഓഡിറ്റർ ആർ നോൺ ഫിനാൻഷ്യൽ ഇൻ നേച്ചർ. ഓക്കെ, അപ്പോൾ ആ ഡെഫിനേഷൻ തന്നെ നമുക്ക് കിട്ടുന്നത് നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യമല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓഡിറ്റിങ്ങിൽ നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല, വി ആർ ചെക്കിങ് ദ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ അല്ലേ. ഓപ്ഷൻ 3 ആണ് ആക്ച്വലി not a feature. That means this is our right answer. Okay, there should be a standard or criteria for evaluation of the information and systematic and scientific manner. Okay, there should be a standard. അതിനാണ് നമുക്ക് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് പോലുള്ള സ്റ്റാൻഡേർഡും ഒക്കെ നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ അതും ഉണ്ടായിരിക്കണം. അത് ഓഡിറ്റിങ്ങിൻ്റെ ഒരു ഫീച്ചറാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓഡിറ്റിങ്ങിൻ്റെ ഫീച്ചർ അല്ലാത്തൊരു സാധനം എന്താണ്? ഓപ്ഷൻ
3 ആണ്. ഇനിയിപ്പോൾ നിങ്ങളിതൊന്നും ഡീറ്റെയിൽ ആയിട്ട് വായിച്ചില്ലെങ്കിൽ പോലും ഓഡിറ്റിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഓപ്ഷൻ 3 ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യാം. ഓക്കെ. രണ്ടാമത്തത്, ദ വേർഡ് ഓഡിറ്റിംഗ് ഹാസ് ബീൻ ഡിറൈവ് ഫ്രം ലാറ്റിൻ വേർഡ് ഓഡയർ, വിച്ച് മീൻസ് ടു വെരിഫൈ, ടു ഹിയർ, ടു വെരിഫൈ, ടു എക്സാമിൻ, ടു ഐഡൻറ്റിഫൈ. സി, ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നമ്മളെ ഒരുപാട് കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അക്കൗണ്ടിങ്ങിനോളം തന്നെ ഹിസ്റ്ററിയുള്ള ഒരു സബ്ജക്റ്റാണ് ആക്ച്വലി എന്ത്, ഓഡിറ്റിംഗ്. അപ്പോൾ ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ഇനീഷ്യൽ പണ്ട് കാലത്തൊക്കെ ഏൻഷ്യൻ ടൈമിലൊക്കെ ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ചെയ്യുന്ന മാതിരി ടിക്കും വെരിഫിക്കേഷനൊന്നും ചെയ്യല്ല, മറിച്ച് ഓരോ സ്ഥാപനത്തിൻ്റെയും ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ മേലെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയലായിരുന്നു അവരുടെ ഡ്യൂട്ടി. അതുകൊണ്ട് തന്നെ ഓഡിറ്റ് എന്ന് പറയുന്ന വാക്ക് തന്നെ, അല്ലെങ്കിൽ ഓഡിയോ എന്നൊക്കെ നമ്മൾ പറയുന്ന വാക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ടു ഹിയർ, അല്ലെങ്കിൽ കേൾവിക്കാരനാവുക, അല്ലെങ്കിൽ കേട്ട് നിൽക്കുക എന്ന് പറയുന്നൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഡിറ്റ് എന്ന് പറയുന്ന വാക്ക്, ഓഡിറ്റിംഗ് ഹാസ് ബീൻ ഡിറൈവ് ഫ്രം ലാറ്റിൻ വേർഡ് ഓഡയർ. ഓക്കെ. ഓഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൈൻഡിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ. സോ ഇറ്റ് മീൻസ് ടു ഹിയർ എന്ന് പറയുന്നതാണ് എന്ത്, ഓഡിറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ ഓഡിറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ്. മാനേജ്മെൻറ്റ് ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. സി, ഓഡിറ്റിംഗ് നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ടു ഗിവ് ഒപ്പീനിയൻ ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മേലെ മാനേജ്മെൻറ്റ് എന്താണ് ഇൻട്രസ്റ്റ് ഉള്ളത്? മാനേജ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ആണ് ആ സ്ഥാപനത്തിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ആളുകൾ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസത്തെയും ഡേ ടു ഡേ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല കാര്യങ്ങളും അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, അറിയേണ്ടി വരും. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓഡിറ്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മേലെ മാനേജ്മെൻറ്റ് ഒരു ഇൻട്രസ്റ്റ് വരുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മേലെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡേ ടു ഡേ ഡിസിഷൻ മേക്കിങ്ങിന് അവർക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ബാക്കി ടാക്സ് കളക്ഷൻ അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ല, റിസർച്ച് അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡേ ടു ഡേ ഓപ്പറേഷൻ, ഡേ ടു ഡേ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മേലെ ഇൻട്രസ്റ്റ്. ഇനി ഗവൺമെൻറ്റിന് എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മേലെ ഇൻട്രസ്റ്റ്? നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മേലെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാവില്ലേ, ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട് എങ്കിൽ പ്രോഫിറ്റിന് എത്ര ശതമാനം എന്ത് ചെയ്യണം, നിങ്ങൾ ടാക്സ് അടയ്ക്കണം, നിങ്ങൾ അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, പെനലൈസ് ചെയ്യും എന്നൊക്കെ എന്ത് ചെയ്യാം അവർക്ക് പറയാം. അപ്പം ആക്ച്വലി ഓഡിറ്റിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മേലെ ഗവൺമെൻറ്റിനുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ദേ വിൽ ബി ചെക്കിംഗ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദേ വിൽ ബി വെരിഫൈങ്. അവരെന്ത് ചെയ്യും, നിങ്ങളുടെ ടാക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് അടയ്ക്കുന്നവരാണോ, അടച്ചിട്ടില്ലേ എങ്കിൽ നിങ്ങൾക്ക് മേലെ എന്ത് ചെയ്യാം, ആക്ഷൻസ് എടുക്കാനൊക്കെ അവർക്ക് പറ്റും. അതാണ് അവർക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മേലുള്ള ഇൻട്രസ്റ്റ്. ഓക്കെ. ഫോർ കളക്ഷൻ ഓഫ് ടാക്സ് ആണ്. ഓക്കെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വെരിഫിക്കേഷൻ ഓഫ് ദ വാല്യൂ ഓഫ് അസറ്റ്സ്, ലയബിലിറ്റീസ്, ബാലൻസ് ഓഫ് റിസർവ്സ്, പ്രൊവിഷൻസ് ആൻഡ് amount of profit earned or loss suffered by an entity is called as എന്താണ്, അതായത് എന്താണ് കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ? കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓഡിറ്റർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ഥാപനത്തിൽ അവൈലബിൾ ആവുന്ന ഒരു രീതിയിൽ ഓഡിറ്റിനെ കൊണ്ടുപോവുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് വിളിക്കുക. അല്ലെ, അവർ സ്ഥിരമായിട്ട് അവിടെ പോകുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നു, റൂട്ടൈൻ ആയിട്ടുള്ളൊരു വെരിഫിക്കേഷൻ ചെയ്യുന്നു. ഓക്കെ. ഇൻ്ററിം ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിയുന്നതിന് മുമ്പ് അതിൻ്റെ പാർട്ട് ഓഫ് ദ അക്കൗണ്ട്സ് ഫൈനലൈസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു ഓഡിറ്റാണ് ആക്ച്വലി എന്ത്, ഇൻ്ററിം ഓഡിറ്റ്. പാർഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എന്ത് ചെയ്യും, നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നു. ഓക്കെ. പക്ഷേ ഇവിടെ ആക്ച്വലി ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നത് വെച്ചാൽ എന്തൊക്കെയാണ് വെരിഫൈ ചെയ്യുന്നത്? വെരിഫിക്കേഷൻ ഓഫ് വാല്യൂ ഓഫ് ദ അസറ്റ്, അസറ്റിൻ്റെ വാല്യൂ നമ്മൾ വെരിഫൈ ചെയ്യുന്നു, ലയബിലിറ്റി വെരിഫൈ ചെയ്യുന്നു, ബാലൻസ് ഓഫ് റിസർവ്സ്, അതായത് നമ്മളെ റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ ബാലൻസസ് വെരിഫൈ ചെയ്യുന്നു, പ്രൊവിഷൻസ് വെരിഫൈ ചെയ്യുന്നു, ആൻഡ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്, പ്രൊവിഷൻസ് ആൻഡ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഏൺഡ് ഓർ ലോസ് സഫേർഡ്. ഓക്കെ. നമ്മൾ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റോ ലോസിൻ്റെയോ എമൗണ്ടും ഒക്കെ വെരിഫൈ ചെയ്യുന്നു. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ആക്ച്വലി നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എവിടെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? ബാലൻസ് ഷീറ്റിലാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് ആണ് ആക്ച്വലി അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. കണ്ടിന്യൂസ് ഓഡിറ്റും ഇൻ്ററിം ഓഡിറ്റും പാർഷ്യൽ ഓഡിറ്റും അതിൽ വരില്ല. ഓക്കെ. ഇറ്റ് വിൽ ബി കമ്മിങ് അണ്ടർ ദ ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്. ഓക്കെ. കാരണം ബാലൻസ് ഷീറ്റിലുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അവിടെ മെൻഷൻ ചെയ്യുന്നത്. പിന്നെ ഓഡിറ്റ് ഇൻ ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഡിറ്റിംഗ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ. അപ്പോൾ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമിനേഷൻ ആണ്. ഓക്കെ, ഓഡിറ്റ് ഇൻ ഡെപ്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആക്ച്വലി എന്താണ്? എക്സാമിനേഷൻ ഇൻ ഡെപ്ത്. ഓക്കെ, അതിൽ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല, എക്സാമിനേഷൻ ഇൻ ഡെപ്ത് തന്നെയാണ്. ഓക്കെ, ഓഡിറ്റിങ്ങിൽ നമ്മൾ ഒരിക്കലും 100% ഓഫ് ഡാറ്റ ചെക്ക് ചെയ്യുന്നില്ല അല്ലേ? ഓഡിറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ ആണ് ടെസ്റ്റ് നേച്ചർ ഓഫ് ദ ഓഡിറ്റ് അല്ലേ? അപ്പം ഈ ഓഡിറ്റിങ്ങിൽ ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറയുന്നതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റ് ചെക്കിംഗ് കൊണ്ട് പക്ഷേ നമുക്ക് എന്തുണ്ട്? ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അതിലുള്ള ഈ പറയുന്നതിൽ നമുക്ക് ഈ ഓപ്ഷനിൽ പറയുന്ന ഉപകാരങ്ങൾ ഇതിൽ ഏതാണ് നമുക്ക് ഉപകാരമായിട്ട് വരുന്നത് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ടെസ്റ്റ് ചെക്കിംഗ് റെഡ്യൂസസ് ദ പവർ ഓഫ് ആൻ ഓഡിറ്റർ. ഓഡിറ്ററുടെ പവർ കുറയ്ക്കോ? ഇല്ല. എക്സ്പെൻസ് ഓഫ് ദ ഓഡിറ്റർ. ഓഡിറ്ററുടെ എക്സ്പെൻസ് കുറയ്ക്കോ? വർക്ക് ഓഫ് ആൻ ഓഡിറ്റർ, ലയബിലിറ്റി ഓഫ് ദ ഓഡിറ്റർ. ഇതിൽ ഏതാണ് റെഡ്യൂസ് ചെയ്യുക? എക്സ്പെൻസ് കുറയ്ക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഈ ടെസ്റ്റ് ചെക്കിങ് ചെയ്തു എന്ന് വിചാരിച്ചാൽ നമ്മൾ എക്സ്പെൻസ് കുറയണം എന്നില്ല. പക്ഷേ നമ്മളുടെ വർക്ക് കുറയും. ഇപ്പോൾ നമുക്ക് വർക്ക് ലോഡ് നമുക്ക് എന്ത് ചെയ്യാം? കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട് എങ്കിൽ ആ ട്രാൻസാക്ഷൻസ് നമുക്ക് ടെസ്റ്റ് ചെക്കിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും 100% ഓഫ് ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യേണ്ട, നമ്മൾ സാമ്പിൾസ് മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ അത്രയും നമ്മളുടെ പണി കുറയും എന്നുള്ളതാണ് അതിലുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. ഓക്കെ, അപ്പം ടെസ്റ്റ് ചെക്കിംഗ് റെഡ്യൂസസ്. ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഓഡിറ്ററുടെ വർക്ക് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ എ ഫ്ലോ ചാർട്ട് മെയ്ഡ് ബൈ ആൻ ഓഡിറ്റർ. ഈ ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻറ്റേർണൽ കൺട്രോൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 4 മെത്തേഡ്സ് ഉണ്ട് അല്ലേ? ഈ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് എന്താണ്? നറേറ്റീവ് മെത്തേഡ്, പിന്നെ ക്വസ്റ്റ്യനെയർ, ഇൻറ്റേർണൽ കൺട്രോൾ ക്വസ്റ്റ്യനെയർ മെത്തേഡ്, പിന്നെ ചെക്ക് ലിസ്റ്റ്, പിന്നെ ഫ്ലോ ചാർട്ട്. ഓക്കെ, അതിൽ ഫ്ലോ ചാർട്ടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റമാണ്. നമ്മൾ ഇൻറ്റേർണൽ കൺട്രോളിനെ നമ്മൾ ഗ്രാഫിക്കലി ഒരു പിക്ചോറിക്കൽ മോഡിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക ഫ്ലോ ചാർട്ട് എന്ന് വിളിക്കുക. അപ്പോൾ ഫ്ലോ ചാർട്ട് മെയ്ഡ് ബൈ ആൻ ഓഡിറ്റർ ഓഫ് ആൻ എൻറ്റിറ്റീസ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഈസ് എ ഗ്രാഫിക് പ്രസൻറ്റേഷൻ ദാറ്റ് ഡെപിക്ട്സ് ദ ഓഡിറ്റേഴ്സ്. അപ്പോൾ ഈ ഫ്ലോ ചാർട്ടിലൂടെ ഓഡിറ്റർ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ എന്താണ് അയാൾ ഈ ഡെപിക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഹി ഈസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സിസ്റ്റം അല്ലേ? അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫ്രോഡ് റിസ്ക് ഫാക്ടർ, ഡോക്യുമെൻറ്റേഷൻ ഓഫ് അസസ്മെൻറ്റ് ഓഫ് കൺട്രോൾ റിസ്ക്, ബോത്ത് 1 and 3. കൺട്രോൾ റിസ്ക് ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും നമ്മൾ ഫ്ലോ ചാർട്ടിലൂടെ ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമുക്കൊരു പിക്ചോറിക്കൽ വേയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ കൺട്രോൾസ്. ഈ കൺട്രോൾസ് ഒക്കെയാണ് സ്ഥാപനത്തിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിലുള്ള പോരായ്മകളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വി ക്യാൻ ഗെറ്റ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി സിസ്റ്റം. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവരുടെ ആ സ്ഥാപനത്തിലുള്ള റിസ്കിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ കൺട്രോൾ റിസ്കിനെ കുറിച്ചോ ഫ്രോഡ് ഫാക്ടറിനെ കുറിച്ചോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അനലൈസ് ചെയ്യാൻ ഈ ഒരു പ്രൈമറി ഡാറ്റ കൊണ്ട് നമുക്ക് പറ്റില്ല, ഫ്ലോ ചാർട്ടിലൂടെ പറ്റില്ല. പക്ഷേ ഫ്ലോ ചാർട്ടിൽ നമ്മളിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വാട്ട് വി ക്യാൻ ഡു, നമുക്ക് അതിനുള്ള ഫർദർ ആക്ഷൻസ് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഫ്ലോ ചാർട്ടിലൂടെ വിൽ ഗെറ്റ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സിസ്റ്റം. ആ സ്ഥാപനത്തിൻ്റെ വർക്കിങ്ങിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യും? ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടും. ഇൻറ്റേർണൽ ഓഡിറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ. ഇൻറ്റേർണൽ ഓഡിറ്റർ ആരാ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ഇൻറ്റേർണൽ ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? മാനേജ്മെൻ്റ് ആയിരിക്കും. ഓക്കെ, മാനേജ്മെൻറ്റ് ഈസ് ദ വൺ ഹു അപ്പോയിൻറ്റ് ദ ഇൻറ്റേർണൽ ഓഡിറ്റർ. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നതോ? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ നോർമൽ കമ്പനി ആണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ആണ് നോർമലി അപ്പോയിൻറ്റ് ചെയ്യുക. ഇനി ഗവൺമെൻറ് കമ്പനി ആണെങ്കിൽ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ് എന്ത് ചെയ്യുക? അപ്പോയിൻറ്റ് ചെയ്യുക. Okay, so management is the one who appoint an internal auditor. Okay, internal auditorയുടെ ഡ്യൂട്ടി തന്നെ എന്താണ്? മാനേജ്മെൻറ്റിൻ്റെ ഒരു ഡിവിഷനാണ് ആക്ച്വലി എന്ത്? ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ തന്നെയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ടാണ് ആക്ച്വലി എന്ത് ചെയ്യുക? ഇൻറ്റേർണൽ ഓഡിറ്റ് വർക്ക് ചെയ്യുക. എന്നാൽ ഓഡിറ്റിൻ്റെ ഡെഫിനിഷൻ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ഓഡിറ്റിംഗ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ആണ് അല്ലേ? ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇൻറ്റേർണൽ ഓഡിറ്റിനെ കാണുന്നത്. The work of one clerk is automatically checked by another clerk is called. അതായത് ഒരാൾ ചെയ്യുന്ന വർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റുള്ള ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇൻറ്റേർണൽ ചെക്ക്. ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനമാണ്. നമ്മൾ ഒരുപാട് എക്സാമ്പിൾസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പെട്രോൾ പമ്പ് പറഞ്ഞു, അതേപോലെ തന്നെ അങ്ങനെയുള്ള കുറേ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഒരാൾ ചെയ്ത വർക്ക് വേറൊരാൾ ചെക്ക് ചെയ്യുന്ന സിസ്റ്റം, അതിനാണ് നമ്മൾ ഇൻറ്റേർണൽ ചെക്ക് എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ, ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ ഇൻക്ലൂഡ്സ്. ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുന്നതിന് ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ 2 ചിറകുകളാണ് ആക്ച്വലി എന്ത്?
ഇൻറ്റേർണൽ ഓഡിറ്റും ഇൻറ്റേർണൽ ചെക്കും. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 2 സബ് ടൂൾസാണ്. ടൂൾസിനെ നമ്മൾ വിളിക്കുക ഇൻറ്റേർണൽ ഓഡിറ്റ് എന്നും ഇൻറ്റേർണൽ ചെക്ക് എന്നും വിളിക്കുക. സോ രണ്ടും ബോത്ത് ഇൻറ്റേർണൽ ഓഡിറ്റ് ആൻഡ് ഇൻറ്റേർണൽ ചെക്ക് ആർ പാർട്ട് ഓഫ് ഇൻറ്റേർണൽ control. Now, the most important objective of internal audit. Internal audit മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ വാട്ട് വി ക്യാൻ സേ, എന്തിനാണ് നമ്മൾ ഇൻറ്റേർണൽ ഓഡിറ്റ് ചെയ്യുന്നത്? വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ്? വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഏർലി ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്, പിന്നെ ഫെസിലിറ്റേറ്റിംഗ് ഫൈനൽ ഓഡിറ്റ്, early finalization of annual accounts, ensuring systematic accounting. All of the above ഇല്ല. അപ്പം ഇതിൽ ഏറ്റവും മോസ്റ്റ് ബെനിഫിഷ്യൽ ആവുന്ന കാര്യം എന്താണ്? ഇൻറ്റേർണൽ ഓഡിറ്റ് ചെയ്യുന്നതിലൂടെ ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ദാറ്റ് വി ഗെറ്റ്, ഓൾറെഡി ഒരു സ്ഥാപനത്തിൽ ഒരു ഓഡിറ്റ് നടക്കാൻ പോകുന്നുണ്ട്, ദാറ്റ് ഈസ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, ഫൈനൽ ഓഡിറ്റ് അല്ലേ. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ എന്തിനാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് ചെയ്യുന്നുണ്ടാവുക? നമുക്ക് കുറേ ഡൗട്ടുകളുണ്ട്, നമുക്ക് കൺഫ്യൂഷൻ, നമുക്ക് തോന്നുകയാണ് ദർ ആർ മെനി ഫ്രോഡ്സ് ആൻഡ് എറേഴ്സ് അല്ലേ. ഫ്രോഡോ എററൊക്കെ ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി മറ്റേ ഫൈനൽ ഓഡിറ്റിന് വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് കണ്ടുപിടിച്ച് അതിനുള്ള സൊല്യൂഷൻസ് കാണണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് നോർമൽ എന്ത് ചെയ്യുക, ഇൻറ്റേർണൽ ഓഡിറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഏർലി ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡാണ്. ഫ്രോഡിൻ്റെയും എററിൻ്റെയും ഏർലിയർ ആയിട്ട് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആക്ച്വലി ഇൻറ്റേർണൽ ഓഡിറ്റ് ചെയ്യുന്നത് നമുക്ക് പറയാം. പിന്നെ ഇൻറ്റേർണൽ ചെക്ക് ഈസ് മീൻ ഫോർ, എന്തിനാണ് നമ്മൾ ഇൻറ്റേർണൽ ചെക്ക് ചെയ്യുന്നത്? ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾ ചെയ്യുന്ന വർക്ക് വേറൊരാൾ എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് വെരിഫൈ ചെയ്യുന്നു. ഓക്കെ, അപ്പം അതെന്തിനാണ് നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്യുന്നത്? അത് ഒരു ഫ്രോഡ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രോഡ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ല, ഫ്രോഡ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. ഇൻറ്റേർണൽ ഡെയിലി ഒരാൾ ചെയ്യുന്ന വർക്ക് വേറൊരാൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യില്ല, ഒരു ഫ്രോഡും ചെയ്യില്ല. അവരത് എന്ത് ചെയ്യുന്നു, പ്രിവെൻറ്റ് ചെയ്യും. സോ ദേ വിൽ ബി പ്രിവെൻറ്റഡ് ഫ്രം കമ്മിറ്റിംഗ് ഫ്രോഡ്. സോ ഇൻറ്റേർണൽ ചെക്ക് ഈസ് മീൻ ഫോർ prevention of fraud, detection of fraud, helping audit in depth, detection of errors. Okay, അപ്പം ആക്ച്വലി എന്തിനാണ് ഇൻറ്റേർണൽ ചെക്ക് ചെയ്യുന്നത്? ഈസ് മീൻ ഫോർ പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്. കട്ട് ഓഫ് ടെസ്റ്റിംഗ്. കട്ട് ഓഫ് ടെസ്റ്റിംഗ് ഈസ് പെർഫോം ഡ്യൂറിങ് ഓഡിറ്റ് ഓഫ് സെയിൽസ് ടു അഡ്രസ് ദ ഫോളോയിങ് അസേർഷൻസ്. അപ്പോൾ അസേർഷൻസ് ആണ് ചോദിക്കുന്നത്. അസേർഷൻസ് എന്ന് പറഞ്ഞാൽ റിലേറ്റിംഗ് ടു ട്രാൻസാക്ഷൻസ് അല്ലേ. റിലേറ്റിംഗ് ടു ട്രാൻസാക്ഷൻസ് ആണ് ഒക്കറൻസ്, മെഷർമെൻറ്റ്, കട്ട് ഓഫ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അക്കൗണ്ടിങ് പീരീഡിന് മറ്റൊരു അക്കൗണ്ടിങ് പീരീഡുമായിട്ട് ഡിവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ 2 ട്രാൻസാക്ഷനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആക്ച്വലി എന്ത് കട്ട് ഓഫ്. ഓക്കെ, അപ്പം ഈ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് ടെസ്റ്റിംഗ് ഈസ് പെർഫോം ഡ്യൂറിങ് ഓഡിറ്റ് ഓഫ് സെയിൽസ് ടു അഡ്രസ് ഫോളോയിങ് അസേഷൻസ്. എന്താണ് അസേഷൻസ്? കട്ട് ഓഫ് തന്നെ ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്. കട്ട് ഓഫ് പ്രൊസീജിയർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫോർ കട്ട് ഓഫ് പർപ്പസ്. കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ഉള്ള ട്രാൻസാക്ഷൻ ആ അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ എൻട്രി ഇട്ടിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നൗ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ്? ഓഡിറ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നാണ് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. ഓഡിറ്റ് ഈസ് എ ടൂൾ. Audit is a tool which different stakeholders can use to protect their interest in the enterprises. Okay, അതൊരു ടൂളാണ് which different stakeholders can use to protect their interest in the enterprise. നമുക്കറിയാം ആർക്കൊക്കെയാണ് ഇത് ഹെൽപ്ഫുൾ ആവുന്നത്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് ഉണ്ടാവാം, ഓണേഴ്സ് ഉണ്ടാവാം, ഗവൺമെൻറ് ഉണ്ടാവാം. അപ്പോൾ ഇവർക്കെല്ലാം അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓഡിറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ അഡ്വാൻറ്റേജ് അല്ലേ. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് എൻ അഡ്വാൻറ്റേജ് ഓഫ് ദ ഓഡിറ്റ്.
പിന്നെ ഓഡിറ്റ് ഈസ് നോട്ട് ഓൺലി എ കറക്റ്റീവ് മെഷർ ബട്ട് ഹാസ് എ ഡിറ്ററൻറ്റ് എഫക്റ്റ്. കറക്റ്റീവ് മെഷർ അല്ല, ഒരു ഡിറ്ററൻറ്റ് എഫക്റ്റാണ്. ഡിറ്ററൻറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഓഡിറ്റ് നടക്കുന്നുണ്ടെങ്കിൽ ആളുകൾക്കൊരു പേടി ഉണ്ടാവും അല്ലെ. മോറൽ ചെക്ക് ഓൺ എംപ്ലോയീസ് നമ്മൾ പറയില്ല, അതായത് എംപ്ലോയീസിൻ്റെ മേലെ ഒരു മോറൽ ചെക്കാവും. ഇവർ ഇന്ന ആൾ ഓഡിറ്റിന് വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഫ്രോഡോ എററൊക്കെ വരുത്തി കഴിഞ്ഞാൽ അവരത് കണ്ടുപിടിച്ച് നമ്മളെന്ത് ചെയ്യും, നമ്മളെ എക്സ്പോസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ എന്ത് ചെയ്യാൻ വരാം. അപ്പോൾ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റീവ് മെഷർ മാത്രമല്ല, അതൊരു ഡിറ്ററൻറ്റ് എഫക്റ്റാണ്. ഡിറ്ററൻറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റിങ് സമ്മൺ ഫ്രം ഡൂയിങ് സംതിങ് റോങ്. ഓക്കെ, അതാണ് ആക്ച്വലി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് സെർവ്സ് ആസ് എ മോറൽ ചെക്ക് ഓൺ എംപ്ലോയീസ് ഫ്രം കമ്മിറ്റിംഗ് ഡിഫോൾക്കേഷൻ ഓർ എംബസൽമെൻറ്റ്. ഓക്കെ, അസറ്റ്സോ ക്യാഷൊക്കെ എന്താണ് എംബസൽ ചെയ്യാനോ അല്ലെങ്കിൽ ഡിഫോൾക്കേറ്റ് ചെയ്യാനൊക്കെ ആരെങ്കിലും തുനിയുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഓഡിറ്റിനെ യൂസ് ചെയ്യാം. ദ എംപ്ലോയി ഓഫ് ദ ഓർഗനൈസേഷൻ റിമെയിൻസ് അലേർട്ട് ഓർ വിജിലൻറ്റ് ആസ് റിഗാർഡിംഗ് ദ അപ്ഡേറ്റിംഗ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ദെയർ റെക്കോർഡ്സ്. അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ടൈമിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, എംപ്ലോയീസ് ഭയങ്കര ശ്രദ്ധ ചെലുത്തും. കാരണം അങ്ങനെ ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അത് എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഓൾ ഓഫ് ദിസ് ഓക്കെ എല്ലാം എന്താണ് അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡാഷ് ഇൻവോൾവ്സ് എക്സാമിനേഷൻ ഓഫ് legalities by blending the technologies of propriety audit, regularity, investigative and financial audits. Okay, so നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റിനെ കുറിച്ച് നമ്മൾ ക്ലാസ്സിൽ ഫസ്റ്റ് തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓഡിറ്റ് ചെയ്യാം അല്ലേ. സോ അതിൽപ്പെട്ട കുറച്ച് ഓഡിറ്റിൻ്റെ പേരാണ് നമുക്ക് ഓപ്ഷനിൽ കാണാൻ പറ്റുക. ഫോറൻസിക് ഓഡിറ്റ്, ടാക്സ് ഓഡിറ്റ്, കോസ്റ്റ് ഓഡിറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഓഡിറ്റ്. ഓക്കെ, സോ ഓരോ ഓഡിറ്റിനും അതിൻ്റേതായിട്ടുള്ള പർപ്പസ് ഉണ്ട്. നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്, അതായത് നമ്മൾ ഈ പറയുന്ന ഓഡിറ്റിൽ എന്താണ്, എക്സാമിനേഷൻ ഓഫ് ലീഗാലിറ്റീസ് ബൈ ബ്ലെൻഡിങ് ദ ടെക്നോളജീസ് ഓഫ് പ്രൊപ്രൈറ്റി ഓഡിറ്റ്. ഓക്കെ, നോർമലി നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടാണ് ബിസിനസ് കൊണ്ടുപോകുന്നത് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓഡിറ്റിന് പുറമെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റിഗേറ്റീവും അതുപോലുള്ള കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യും, നമ്മൾ അതിലേക്ക് ബ്ലെൻഡ് ചെയ്യുന്നു. അങ്ങനെയാണ് എങ്കിൽ ആ ഓഡിറ്റ് എന്തായിരിക്കും, ദാറ്റ് വിൽ ബി ഫോറൻസിക് ഓഡിറ്റ്. സോ ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് വെൻ എവർ വി ഡൗട്ട് ദർ ഈസ് എ ഫ്രോഡോ അല്ലെങ്കിൽ ഇറഗുലാരിറ്റിയോ ഒക്കെ ഒരു സ്ഥാപനത്തിൽ ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിൽ നമ്മൾ ഓഡിറ്റിനെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഓഡിറ്റാണ് ആക്ച്വലി ഫോറൻസിക് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഒരുപാട് ഫിനാൻഷ്യൽ ഫ്രോഡ്സും അങ്ങനെയൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഈ ടൈപ്പ് ഓഫ് ബിസിനസ്സിലാണെങ്കിൽ ഫോറൻസിക് ഓഡിറ്റ് വുഡ് ബി എ ഗുഡ് ഓപ്ഷൻ ഫോർ ദ മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഫോറൻസിക് ഓഡിറ്റ് ആണ് അതിൽ വരെ. കാരണം ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന നോർമലി ഓഡിറ്റ് ഈസ് നോട്ട് എൻ ഇൻവെസ്റ്റിഗേഷൻ അല്ലേ എന്നാണ് നമ്മൾ പറയാം. പക്ഷേ ഫോറൻസിക് ഓഡിറ്റിൽ ദർ വിൽ ബി കണ്ടന്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഓൾസോ. ഓക്കെ, നൗ ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ ഈസ് റിലേറ്റഡ് ടു SA നമ്പറാണ് ചോദിക്കുന്നത്. ഓക്കെ, ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ്റെ സ്റ്റാൻഡേർഡ് എന്താണ്, SA 230 ആണ്, SA 230. ഓക്കെ, സോ ദിസ് ഫ്രം ദ ക്ലാസ് യു ഷുഡ് ഹാവ് റിസീവ്ഡ് അല്ലേ. അപ്പോൾ നിങ്ങളെ ക്ലാസ്സിൽ അറ്റൻറ്റീവ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ യു വുഡ് ഹാവ് എന്താണ് ഇത് നിങ്ങൾക്ക് SA യു മൈറ്റ് ഹാവ് റിസീവ്ഡ്. ഓക്കെ, SA 230. Now, dash is a detailed plan of auditing work to be performed, specifying the procedure to be followed in verification of each item and the financial statement and the estimated time required. Okay, നമ്മൾ ഓഡിറ്റിൻ്റെ ഡെഫിനിഷൻസ് പറയുന്ന സമയത്ത് നമ്മൾ ഇനീഷ്യൽ പോയിന്റിൽ ബേസിക്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ആക്ച്വലി ഇത് അല്ലേ. സോ ഡാഷ് ഇസ് എ ഡീറ്റെയിൽഡ് പ്ലാൻ ഓഫ് ഓഡിറ്റിംഗ് വർക്ക്. ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ ആണ് ഓഡിറ്റിംഗ് വർക്ക് നമ്മൾ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എടുക്കുന്ന ഡീറ്റെയിൽഡ് പ്ലാൻ ആണ്. ഓഡിറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ചെയ്യുന്ന പ്ലാൻ നമ്മൾ എന്തിലാണ് എഴുതി വെക്കുക, ഇറ്റ് വിൽ ബി ഇൻ ദ ഓഡിറ്റ് പ്രോഗ്രാം അല്ലേ. സോ ഓഡിറ്റ് പ്രോഗ്രാം ഈസ് എ ഡീറ്റെയിൽഡ് പ്ലാൻ. സോ ഇറ്റ് ഈസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം അവർ ക്ലാസ്. ഓക്കെ, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, ദെൻ നെക്സ്റ്റ്, dash refers to the possibility of material misstatement due to complex transaction or even due to organized fraud. Okay, complex transaction കാരണോ organized fraud കാരണോ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന റിസ്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇൻഹറൻറ്റ് റിസ്ക് അല്ലേ. നമുക്ക് റിസ്കിന് ഓഡിറ്റ് റിസ്കിന് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻഹറൻറ്റ് റിസ്ക്, കൺട്രോൾഡ് റിസ്ക്, ഡിറ്റക്ഷൻ റിസ്ക്. ഇൻഹറൻറ്റ് റിസ്ക് എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിൽ ഇൻബിൽഡ് ആയിക്കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള റിസ്കിനെ നമ്മൾ വിളിക്കുക ഇൻഹറൻറ്റ് റിസ്ക്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, കോംപ്ലക്സ് ട്രാൻസാക്ഷൻ കാരണോ ഓർഗനൈസ്ഡ് ഫ്രോഡ് കാരണോ. ദിസ് ഈസ് ദെയർ ഇൻ അവർ നോട്ട് ബുക്ക് അല്ലേ. അപ്പം കൺട്രോൾ റിസ്ക് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ വീക്ക്നെസ് കാരണം ഉണ്ടാകുന്ന റിസ്ക്കാണ് കൺട്രോൾ റിസ്ക്. ഡിറ്റക്ഷൻ റിസ്ക് എന്ന് പറഞ്ഞാൽ ഓഡിറ്ററുടെ മിസ്റ്റേക്ക് കാരണം ഓഡിറ്റർ ഇവാലുവേറ്റ് ചെയ്യുന്നതിൽ വരുന്ന പോരായ്മ കാരണം ഉണ്ടാകുന്ന റിസ്ക്കാണ്. ഓക്കെ, അപ്പം ഇവിടെ
എന്താ പറഞ്ഞത് ഓർഗനൈസ്ഡ് ഫ്രോഡ് കാരണമോ കോംപ്ലക്സ് ട്രാൻസാക്ഷൻ കാരണമോ ഉള്ള മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇൻഹറൻറ്റ് റിസ്ക് ആണ്. ക്ലിയർ അല്ലേ? നോ ബെനിഫിറ്റ്സ് ഓഫ് ഓഡിറ്റ് സാമ്പിളിംഗ് ആർ ഓഡിറ്റ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റിൻ്റെ ലിമിറ്റേഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞത് ഇറ്റ് ഈസ് ടെസ്റ്റ് ചെക്കിംഗ് ആണ് അല്ലേ. അപ്പോൾ ഈ ടെസ്റ്റ് ചെക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 100% ഓഫ് ഡാറ്റ നമ്മൾ വെരിഫൈ ചെയ്യുന്നില്ല, പക്ഷേ നമ്മൾ 100% ഓഫ് ഡാറ്റയുടെ മേലെ നമ്മൾ ഒപ്പീനിയൻ പറയുകയാണ്. അപ്പോൾ ഒപ്പീനിയൻ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സം ഓഫ് ദ ട്രാൻസാക്ഷൻ വിൽ ബി കളക്ടിങ് അല്ലേ. നമ്മൾ 100% ഓഫ് ഡാറ്റയെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പകരം ആ ഡാറ്റയിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ചൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയും ആ ഇവാലുവേഷൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റയർ പോപ്പുലേഷൻ്റെ മേലെ ഒരു അഭിപ്രായം, ഒരു ഒപ്പീനിയൻ പറയുകയാണ് നമ്മൾ ചെയ്യുക അല്ലേ. അപ്പം ഈ ഓഡിറ്റ് സാമ്പിളിംഗ് കാരണം, ഈ സാമ്പിളിംഗ് മെത്തേഡ് കാരണം വാട്ട് ആർ ദ ബെനിഫിറ്റ് ദാറ്റ് യു ആർ ഗെറ്റിംഗ് എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. ഓക്കെ, എന്താണ് ബെനിഫിറ്റ്? ഓഡിറ്റ് സാമ്പിളിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് റിഡ്യൂസസ് ദ വർക്ക് ലോഡ് ഓഫ് ദ ഓഡിറ്റർ. യെസ്, ഓഡിറ്ററുടെ വർക്ക് ലോഡ് കുറയ്ക്കും അല്ലേ. അയാൾ ഒരുപാട് ഡാറ്റാസ് ചെക്ക് ചെയ്യേണ്ട, 100% ഓഫ് ഡാറ്റ ചെക്ക് ചെയ്യേണ്ട. സോ അയാൾക്ക് അയാളുടെ പണി, അയാളുടെ വർക്ക് ലോഡ് അയാൾക്ക് കുറയും. ഇറ്റ് ഈസ് ട്രൂ. അതേപോലെ തന്നെ ഇറ്റ് സേവ്സ് ടൈം ആൻഡ് കോസ്റ്റ് അല്ലേ. അയാളുടെ സമയവും അതുപോലെ തന്നെ അയാളുടെ ചിലവും അയാൾക്ക് എന്ത് ചെയ്യും, കുറക്കും. ഒരുപാട് സ്റ്റാഫിന് എന്ത് ചെയ്യേണ്ട, അയാൾക്ക് അതിൽ ഹയർ ചെയ്യേണ്ട ആവശ്യമില്ല. അയാളുടെ സമയം അയാൾക്ക് ഒരുപാട് അതിൽ സ്പെൻഡ് ചെയ്യേണ്ട. സോ ഹി വിൽ ഗെറ്റ് മോർ അഡ്വാൻറ്റേജ് ഓൺ ടൈം ആൻഡ് കോസ്റ്റ്. പിന്നെ ഇറ്റ് ഗിവ്സ് ഡിപ്പെൻഡബിൾ റിസൾട്ട് ആസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ് മെത്തേഡ്. അത് നമുക്കൊരു ഡിപ്പെൻഡബിൾ റിസൾട്ടാണ് നമുക്ക് കിട്ടുക. നമ്മൾ 100% ഓഫ് ഡാറ്റ ചെക്ക് ചെയ്യുന്നില്ല വിചാരിച്ച് നമ്മൾ പറയുന്ന ഒപ്പീനിയൻ തെറ്റാനുള്ള സാധ്യത ഉണ്ടാവും. പക്ഷേ സിൻസ് വി ആർ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സാമ്പിൾ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് എന്താണ്, നമ്മളുടെ ഈ ഒപ്പീനിയൻ ബയാസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് അവിടെ ഉണ്ട്. നമ്മൾ പറയുന്നത് തെറ്റണം എന്ന് നിർബന്ധമൊന്നുമില്ല. സോ that is also an advantage, we can say. It gives a dependable result as it is based on statistical sampling method. So it is a proven ആയിട്ട് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ആ മെത്തേഡ് ത്രൂ നിങ്ങൾ സാമ്പിൾസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ there is a possibility that your opinion may get right. Okay, so option is all of the above ആണ് ആൻസർ. Then 125, the main role of dash is the following. ഓക്കെ, നമ്മൾ ഈ പറയുന്ന ആളുകൾ, ഈ പറയുന്ന ഓപ്ഷനുകളിൽ പറയുന്ന ആരുടെ റോളാണ് ഇതെന്നാണ് ചോദിക്കുന്നത്. ഒന്ന്, എ റെക്കമെൻഡിങ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് റെക്കമെൻഡ് ചെയ്യുക, മോണിറ്ററിങ് ആൻഡ് എൻഫോഴ്സിങ് കംപ്ലയൻസ് വിത്ത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് പവർ ടു ഇൻവെസ്റ്റിഗേറ്റ്. ഓക്കെ, ഇത് മൂന്നും നമ്മൾ ആകെ ഒരാളിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. നമ്മളുടെ നോട്ട്സിലായി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് NFRA, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി. ഓക്കെ, അപ്പോൾ ഈ NFRA ആണ് എന്ത് ചെയ്യുക, നമ്മളുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് 3 പേര് ഇൻവോൾവ് ആണ് നമ്മൾ പറഞ്ഞു. ICAI, അതുപോലെ തന്നെ NFRA ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് അല്ലേ. ICAI NFRAക്കാണ് എന്ത് ചെയ്യുക, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൺസൾട്ടിങ്ങിന് വേണ്ടി കൊടുക്കുക. ആ NFRA എന്ത് ചെയ്യും, അത് വെരിഫൈ ചെയ്തിട്ട് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് വിൽ ബി ഗോയിങ് ടു ദ സെൻട്രൽ ഗവൺമെൻറ്. സോ NFRA വിൽ ബി റെക്കമെൻഡിങ് ദ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്. അതേപോലെ തന്നെ അവർ എന്ത് ചെയ്യും, നമ്മൾ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് മോണിറ്റർ ചെയ്യാനും അത് എൻഫോഴ്സ് ചെയ്യാനും എന്ത് ചെയ്യാം, അവർക്കുള്ള പവർ ഉണ്ട്. അതുപോലെ തന്നെ ദേ ക്യാൻ ഓൾസോ ഇൻവെസ്റ്റിഗേറ്റ്. ഓക്കെ, ഈ 3 പവേഴ്സ് NFRAക്ക് ഉണ്ട്. സോ NFRA ഈസ് ദ ഓപ്ഷൻ. Now, NFRA consists which of the following? NFRAയുടെ പവറിൽ അവരുടെ 3 ബോഡീസ്, അവർക്ക് 3 കമ്മിറ്റീസ് ഉണ്ട്. ആ കമ്മിറ്റി എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി ഉണ്ട്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റിവ്യൂ ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഒരു കമ്മിറ്റി അവർക്കുണ്ട്. അതുപോലെ തന്നെ ദേ ഓൾസോ ഹാവ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി ഉണ്ട്. ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തുണ്ട്, ദേ ഹാവ് അനദർ കമ്മിറ്റി. സോ ഈ 3 കമ്മിറ്റീസാണ് ആക്ച്വലി NFRAയുടെ അണ്ടറിലുള്ളത്. സോ ദ ഓപ്ഷൻ ഈസ് ഓൾ ഓഫ് ദ അബവ്. ഈ 3 കമ്മിറ്റി, ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നത്. ദീസ് ഓൾ വി ഹാവ് എന്താണ് നമ്മളുടെ നോട്ട്സിൽ നമ്മളത് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പ്രിൻ്റ് ഔട്ടിൽ നിങ്ങളത് എഴുതിയിട്ടുണ്ടാവും. ഈ NFRAയുടെ പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ 3 ഹെഡിങ്സ് ലൈനായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നൗ 127, the term dash means the policies and procedures adopted by the company for ensuring the orderly and efficient conduct of business, including adherence to the company's policies and safeguarding of assets, prevention and detection of fraud and error, accuracy and completeness of accounting records, and timely preparation of reliable financial information. ഓക്കെ, കണ്ണും പൂട്ടി നമ്മൾ ബൈഹാർട്ട് ചെയ്ത സാധനമാണ് എന്താണ്, ഇൻറ്റേർണൽ
കൺട്രോൾ, ഇൻറ്റേർണൽ കൺട്രോൾ ആൻഡ് ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ ഓപ്ഷനിൽ നമുക്കിവിടെ കാണാം ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ. ആ ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ എന്ത് ചെയ്യുക, ടിക്ക് കൊടുക്കുക. ഓക്കെ, എന്താണ് ഇവിടെ പറഞ്ഞത്, ഈ എന്താണ് ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ? ഇറ്റ്സ് എ പോളിസി ആൻഡ് പ്രൊസീജിയർ അഡോപ്റ്റഡ് ബൈ ദ മാനേജ്മെൻറ്റ് ഫോർ എൻഷുറിംഗ് ഓർഡർലി ആൻഡ് എഫിഷ്യൻറ്റ് കണ്ടക്ട് ഓഫ് ബിസിനസ്, safeguarding of asset, prevention and detection of fraud and error, accuracy and completeness of accounting records, timely preparation of reliable financial information. അല്ലേ, പഠിച്ചിട്ടുണ്ട്? യെസ്. സോ ദ സെയിം ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഓപ്ഷൻ. ബാക്കിയുള്ളതൊന്നും ശരിയല്ല. Which of the following is not a duty of duties of the NFRA? അതായത് ഈ പറയുന്നതിൽ NFRAയുടെ ഡ്യൂട്ടി അല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? Which of the following is not a duty of duties of the NFRA? NFRAയുടെ ഡ്യൂട്ടീസ്. So actually you can write which of the following is not a duty of NFRA. Okay, not a duty of NFRA. NFRA ഡ്യൂട്ടി അല്ലാത്ത എന്താണ് നമുക്ക് നോക്കാം. ഒന്ന്, റെക്കമെൻഡ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് പോളിസീസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ടു ബി അഡോപ്റ്റഡ് ബൈ ദ കമ്പനി ഫോർ അപ്രൂവൽ ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. അല്ലെ, അവർക്ക് റെക്കമെൻഡ് ചെയ്യാം ടു ദ സെൻട്രൽ ഗവൺമെൻറ്. ഈ ഒരു സ്റ്റാൻഡേർഡ് അടിപൊളിയാണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് റെക്കമെൻഡ് ചെയ്യാൻ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തുണ്ട്, ദേ ഹാവ് ദ റൈറ്റ്. അല്ലെ, അവരുടെ ഡ്യൂട്ടിയാണത്. സോ ദിസ് ഈസ് ദെയർ ഡ്യൂട്ടി. അപ്പോൾ ഓപ്ഷൻ 1 അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. നമ്മളോട് ചോദിക്കുന്നത് ഡ്യൂട്ടി എന്താണെന്നല്ല, NFRAയുടെ ഡ്യൂട്ടി എന്താണെന്നല്ല, നോട്ട് ദെയർ ഡ്യൂട്ടിയാണ് ചോദിക്കുന്നത്. ഓക്കെ, മോണിറ്റർ ആൻഡ് എൻഫോഴ്സ് കംപ്ലയൻസ് വിത്ത് ഇൻകം ടാക്സ് ആക്ട് ആൻഡ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്. സി, NFRA ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ കമ്പനീസ് ആക്ട്. അവർക്ക് ഇൻകം ടാക്സിൽ എന്തെങ്കിലും റോളുണ്ടോ? നോ, ദേ ഡോണ്ട് ഹാവ് എനി പവർ അണ്ടർ ഇൻകം ടാക്സ്. സോ ഇൻകം ടാക്സിൻ്റെ കംപ്ലയൻസും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല. സോ അതിൽ തന്നെ അണ്ടർസ്റ്റുഡ് ആണ് ഓപ്ഷൻ 2 ഈസ് എ കറക്റ്റ് ആൻസർ. ബിക്കോസ് ഇവിടെ പറയുന്നത് നമ്മളുടെ ഡ്യൂട്ടിയിൽപ്പെട്ട സാധനമല്ല, ഇൻകം ടാക്സ് ആക്ടിൻ്റെ പ്രൊവിഷൻസും കാര്യങ്ങളും അത് കംപ്ലൈ ചെയ്യുന്നുണ്ടോ നോക്കൽ NFRAയുടെ ഡ്യൂട്ടിയുടെ ഭാഗം അല്ല. ഓക്കെ, ബാക്കിയുള്ളത് ഇഫ് യു വാണ്ട് യു ക്യാൻ റീഡ്. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. പെർഫോം സച്ച് അതർ ഫംഗ്ഷൻസ് ആൻഡ് ഡ്യൂട്ടീസ് ആസ് മേ ബി നെസസറി ഓർ ഇൻസിഡൻറ്റൽ ടു ദ അഫോർസൈഡ് ഫംഗ്ഷൻസ്. ഓക്കെ, ഈ നമ്മൾ ഈ NFRA ഡ്യൂട്ടി പറയുന്ന സമയത്ത് ഏറ്റവും അവസാനത്തെ പോയിൻ്റാണ്. ആദ്യത്തെ പറഞ്ഞ ഡ്യൂട്ടിയുടെ ഇൻസിഡൻ്റലായിട്ട് വരുന്ന എന്തെങ്കിലും ഡ്യൂട്ടീസ് ഉണ്ടെങ്കിൽ അതും അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ റൈറ്റ് ആൻസർ. അതുപോലെ തന്നെ ഓവർസീ ദ ക്വാളിറ്റി ഓഫ് ദ സർവീസ് ഓഫ് ദ പ്രൊഫഷണൽസ് അസോസിയേറ്റഡ് വിത്ത് എൻഷുറിംഗ് കംപ്ലയൻസ് വിത്ത് സച്ച് സ്റ്റാൻഡേർഡ്സ് ആൻഡ് സജഷൻസ് മെഷേഴ്സ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ക്വാളിറ്റി ഓഫ് സർവീസ്. സി, NFRA ഏറ്റവും വലിയൊരു പവറാണ്, അവർക്ക് ഈ പ്രൊഫഷണൽസിൻ്റെ വർക്കിൻ്റെ ക്വാളിറ്റിയും കൂടെ വെരിഫൈ ചെയ്യാം. ആരാണ് പ്രൊഫഷണൽ? ഐദർ CA ഓർ CMA. അല്ലേ, CA or CMA അവരുടെ വർക്ക് പ്രോപ്പറായിട്ടാണോ ചെയ്തിട്ടുള്ള, അവർ ഈ സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള പവറും കൂടെ, ഓവർസീ ചെയ്യാനുള്ള, നമ്മളെ ക്വാളിറ്റി ഓഫ് വർക്കിനെ കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യാനുള്ള പവറൊക്കെ അവർക്ക് ഉണ്ട്. സോ ഓപ്ഷൻ 2, ഇൻകം ടാക്സ് ആക്ടിൽ യാതൊരു പവറും അവർക്കില്ല. സോ ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. An auditor expresses dash opinion on the financial statement when the auditor, having obtained sufficient and appropriate audit evidence, concludes that misstatement either individually or in aggregate are both material and pervasive to the financial statement. എന്താണ് പറയുന്നത്? അതായത് ഓഡിറ്റർക്ക് എന്ത് വേണം? ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യണം. അയാൾ എന്തുണ്ട്? ഹി ഹാവ് ഒബ്റ്റെയിൻ സഫീഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് ആൻഡ് കൺക്ലൂഡ്സ് ദാറ്റ് അവിടെ എന്തുണ്ട്? മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അത് ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ അഗ്രിഗേറ്റ് ആയിക്കോട്ടെ. ആൻഡ് ദാറ്റ് മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ബോത്ത് മെറ്റീരിയൽ, അത് മെറ്റീരിയലുമാണ്, അതേപോലെ തന്നെ പെർവസീവുമാണ്. ഒരു മിസ്സ്റ്റേറ്റ്മെൻറ്റ് അത് മെറ്റീരിയലും പെർവസീവുമാണ് എങ്കിൽ ദർ ഈസ് ഓൺലി വൺ ഓപ്ഷൻ, ദാറ്റ് ഈസ് അഡ്വേഴ്സ് ഒപ്പീനിയൻ. അല്ലേ? യെസ്, വി ഹാവ് ഓൾറെഡി ഡിസ്കസ്. അല്ലേ, നമ്മൾ ഓഡിറ്റ് ഒപ്പീനിയൻ നമ്മൾ പറയുന്ന സമയത്ത് അൺമോഡിഫൈഡ് ഒപ്പീനിയൻ, മോഡിഫൈഡ് ഒപ്പീനിയൻ എഫക്റ്റിംഗ് unmodified report, modified report affecting opinion, not affecting opinion. Affecting opinion നമുക്ക് qualified report, adverse report, disclaimer of opinion report ഉണ്ട്. Not affecting opinion നമുക്ക് emphasize of matter paragraph, other matter paragraph. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇതെന്ത് ചെയ്യാം? യു ക്യാൻ ബ്രഷ് ദാറ്റ് ഏരിയ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ്, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. സോ അഡ്വേഴ്സ് ഒപ്പീനിയൻ നമ്മളെപ്പോഴാണ് കൊടുക്കുക? മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അത് മെറ്റീരിയലുമാണ്, പെർവസീവുമാണ്. ക്ലിയർ? നൗ
Some situations when an auditor should express a qualified opinion is and are. എപ്പോഴാണ് ഒരു ഓഡിറ്റർ ക്വാളിഫൈഡ് ഒപ്പീനിയൻ ഇഷ്യൂ ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. സോ ലെറ്റ് സി ക്വാളിഫൈഡ് ഒപ്പീനിയൻ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ പോയിന്റ്. സോ ദിസ് ഈസ് സംതിങ് എന്താണ് നമ്മൾ ആ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നോൺ അഡ്ഹറൻസ് ടു AS2. എന്താ AS2? നമ്മളെ നോർമലി നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ നമ്മൾ പറയുന്നൊരു സ്റ്റാൻഡേർഡാണ് AS2 അല്ലേ, വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി. ഓക്കെ, സോ നോൺ അഡ്ഹറൻസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ AS2 കംപ്ലൈ ചെയ്യുന്നില്ല, നോട്ട് ഫോളോയിങ് AS2 with regards to the inventory valuation at the lower of cost and net realizable value. നോർമലി നമ്മൾ AS2 പ്രകാരം നമ്മൾ സ്റ്റോക്ക് വാല്യൂ ചെയ്യേണ്ടത് കോസ്റ്റ് ഓർ NRV, നെറ്റ് റിയലൈസബിൾ വാല്യൂ, വിച്ച് എവർ ഇസ് ലെസ് ആണ് അല്ലേ. ഇപ്പോൾ ഒരു കമ്പനി അത് ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ എന്താ സംഭവിക്കുക? ഓഡിറ്റർ ഹാവ് ടു റിപ്പോർട്ട് ദാറ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് റിപ്പോർട്ടാണ് നമ്മൾ കൊടുക്കുക? സോ ദർ ഈസ് എ മിസ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് മെറ്റീരിയൽ, ബട്ട് ഈസ് ഇറ്റ് പെർവസീവ്? അത് പെർവസീവ് ആണോ? അല്ല. കാരണം എന്താ? ആ ഒരു വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രിയിൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞത്. വേറെ ഒന്നിനും പ്രശ്നമില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഇഷ്യൂ ക്വാളിഫൈഡ് റിപ്പോർട്ട്. ഇപ്പോൾ എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ മൊത്തത്തിൽ പ്രശ്നമാണെങ്കിൽ വി വിൽ ബി ഇഷ്യൂയിങ് അഡ്വേഴ്സ് റിപ്പോർട്ട് അല്ലേ. പക്ഷേ ഇവിടെ എന്താണ്? AS2ൻ്റെ വാല്യുവേഷനിൽ പ്രശ്നമുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് വെൻ വി ഇഷ്യൂ ക്വാളിഫൈഡ് റിപ്പോർട്ട് അല്ലേ. ദിസ് ഈസ് എ ക്വാളിഫൈഡ് റിപ്പോർട്ട് സിറ്റുവേഷൻ. ഓക്കെ, സം സിറ്റുവേഷൻ വെൻ ആൻ ഓഡിറ്റർ ഷുഡ് എക്സ്പ്രസ് എ ക്വാളിഫൈഡ് ഒപ്പീനിയൻ. അപ്പോൾ ക്വാളിഫൈഡ് ഒപ്പീനിയൻ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ഒരു സിറ്റുവേഷൻ ഏതാണ്? വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതവിടെ എഫക്റ്റ് ചെയ്യുക. ബാലൻസ് ഷീറ്റിൽ ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യുവേഷൻ എഫക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യും. സോ ഇറ്റ് വിൽ ബി എഫക്റ്റിംഗ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ എഫക്റ്റ് ചെയ്യും. പക്ഷേ അത് എഫക്റ്റ് ചെയ്യുമെങ്കിലും ആ ഒരൊറ്റ വിഷയത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ. സോ വി വിൽ ഇഷ്യൂ ക്വാളിഫൈഡ് റിപ്പോർട്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ അവരെന്താ പറയുന്നത്? Auditor being prevented by the management from observing the counting of physical inventory where such action is material to the financial statement. എന്താ പറയണത്? അതായത് മാനേജ്മെൻറ്റ് പറയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഓഡിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻവെൻട്രി വാല്യുവേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, യു ഷുഡ് നോട്ട് കൗണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ആ കൗണ്ട് ചെയ്യുന്നത് നോർമലി കമ്പനി കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഓഡിറ്റർക്ക് വേണമെങ്കിൽ അവിടെ പോയി നിൽക്കാം. ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹിസ് പവർ. പക്ഷേ മാനേജ്മെൻറ്റ് ഈസ് റെസ്ട്രിക്റ്റിംഗ് ദം. അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫിസിക്കൽ വെരിഫിക്കേഷൻ കൗണ്ടിങ് സമയത്ത് അയാൾക്ക് അവൈലബിൾ ആകാൻ പറ്റില്ല. ഹി വിൽ നോട്ട് ബി നോയിങ് ദ എക്സാക്ട് നമ്പർ ഓഫ് ഐറ്റംസ് അല്ലേ. അപ്പം ഫിസിക്കൽ ഈ കൗണ്ടിങ്ങിൽ എന്തെങ്കിലും വേരിയേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ സിൻസ് ഹി ഈസ് നോട്ട് ദെയർ, അയാൾക്കത് അതിൻ്റെ വാല്യുവേഷൻ, അതിൻ്റെ എമൗണ്ടും അതിൻ്റെ നമ്പർ ഓഫ് ക്വാണ്ടിറ്റി ഒന്നും അയാൾക്ക് ഒതൻറ്റിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ബിക്കോസ് ഹി ഈസ് നോട്ട് അലൗഡ് ടു എൻ്റർ ടു ദ കൗണ്ടിങ് ഏരിയ. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുക? ഹി ഈസ് റെസ്ട്രിക്റ്റഡ് അല്ലേ. അപ്പോൾ ആ സമയത്ത് ഹി ക്യാൻ ചെക്ക്. ഈ ഒരു കൗണ്ടിങ്ങിൽ ഞാൻ അവൈലബിൾ ആയിട്ടില്ല എങ്കിൽ എവിടെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അത് എൻ്റെ ഒപ്പീനിയനെ ബാധിക്കുക? ഇറ്റ് വിൽ ബി എഫക്റ്റിംഗ് ദ വാല്യുവേഷൻ ഓഫ് ദ ഇൻവെൻട്രി അല്ലേ. ഇൻവെൻട്രിയുടെ വാല്യുവേഷൻ തന്നെയാണ് എഫക്റ്റ് ചെയ്യുക. അത് മാത്രമല്ല എഫക്റ്റ് ചെയ്യുള്ളൂ. സോ അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് അതുകൊണ്ട് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. വിൽ ബി സെയിങ് ദാറ്റ് I was not allowed to enter the counting area. That's why I will not be ensuring that the valuation of the inventory is correct. I am not sure that the എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലുള്ള ഈ വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി കറക്റ്റ് ആണ് എന്നുള്ളൊരു അഷുറൻസ് എനിക്ക് തരാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ അയാൾക്ക് പറയാം. സോ ദിസ് ഈസ് റിലേറ്റഡ് ടു എ സർട്ടൈൻ ഐറ്റം ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ക്വാളിഫൈഡ് റിപ്പോർട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ ഇഷ്യൂ ചെയ്യാം. ബോത്ത് 1 and 2 എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. 1ഉം 2ഉം നമ്മൾ ഓൾറെഡി ക്വാളിഫൈഡ് റിപ്പോർട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ യു ഷുഡ് ബി സെലക്ടിങ് തേർഡ് ഓപ്ഷൻ അല്ലേ. തേർഡ് ഓപ്ഷൻ. അതുകൊണ്ട് തന്നെ ബോത്ത് 1 and 2 ആയിരിക്കും എന്ത് റൈറ്റ് ആൻസർ. കാരണം നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സം സിറ്റുവേഷൻ വെൻ ദ ഓഡിറ്റർ ഷുഡ് എക്സ്പ്രസ് എ ക്വാളിഫൈഡ് ഒപ്പീനിയൻ. എപ്പോഴാണ് ഓഡിറ്റർ ക്വാളിഫൈഡ് ഒപ്പീനിയൻ ഇഷ്യൂ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഈ രണ്ട് സിറ്റുവേഷനിലും ഓഡിറ്റർ ഇഷ്യൂ ചെയ്യുന്നത് എന്തായിരിക്കും? ക്വാളിഫൈഡ് ഒപ്പീനിയൻ ആയിരിക്കും. എന്തുകൊണ്ടാണ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ ഫോം ചെയ്യുന്നത്? ക്വാളിഫൈഡ് ഒപ്പീനിയൻ നമ്മൾ ഫോം ചെയ്യുന്നത് ഒരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് നമുക്ക് ഡൗട്ട്ഫുൾ ആണ്. പക്ഷേ ആ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ ബാധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതാണ് എന്ത്? ക്വാളിഫൈഡ് റിപ്പോർട്ട്. സോ ഈ രണ്ട് കേസിലും ഇത് വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി അല്ലെങ്കിൽ ഇൻവെൻട്രി വാല്യുവേഷൻ, ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യുവേഷൻ മാത്രമേ എഫക്റ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വിൽ ബി ഇഷ്യൂയിങ് ക്വാളിഫൈഡ് റിപ്പോർട്ട്. ഇനി നാലാമത്തെ കേസ് നമുക്ക് നോക്കാം. നാലാമത്തെ ഓപ്ഷൻ എന്താണ്? നോൺ റെസിപ്റ്റ് ഓഫ് ബ്രാഞ്ച് ഓഡിറ്റ് റിപ്പോർട്ട്സ് ഫ്രം എ സിഗ്നിഫിക്കൻറ്റ് നമ്പർ ഓഫ് ബ്രാഞ്ചസ്.
എന്താണ്, നമുക്ക് നോർമലി ഒരു കമ്പനിയിൽ ഒരുപാട് ബ്രാഞ്ചുകൾ ഉണ്ട് എങ്കിൽ ആ ബ്രാഞ്ച് ഓഡിറ്റേഴ്സ് എന്ത് ചെയ്യണം, കമ്പനി ഓഡിറ്റർ, മെയിൻ ഹെഡ് ഓഫീസിൻ്റെ ഓഡിറ്റർക്ക് എന്ത് ചെയ്യണം, ഓഡിറ്റ് റിപ്പോർട്ട് പീരിയോഡിക്കലി എന്ത് ചെയ്യണം, സെൻഡ് ചെയ്യണം. അങ്ങനെ സെൻഡ് ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ബ്രാഞ്ചസിൻ്റെ അസറ്റിൻ്റെയും ലയബിലിറ്റിയുടെയും എക്സ്പെൻസിൻ്റെയും ഒക്കെ ഫിഗേഴ്സിനെ കുറിച്ച് അയാൾക്കൊരു ഐഡിയ കിട്ടുക. സോ ഇവിടെ the auditor, the main auditor is not able to get the audit report from significant number of branches. എന്ന് വെച്ചാൽ മെജോറിറ്റി ഓഫ് ദ ബ്രാഞ്ചിൽ നിന്നും അയാൾക്ക് എന്ത് കിട്ടിയിട്ടില്ല, ബ്രാഞ്ച് ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു ബ്രാഞ്ചിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ബ്രാഞ്ചിൻ്റെ മാത്രം കിട്ടില്ല, വി ക്യാൻ ഇഷ്യൂ ക്വാളിഫൈഡ് റിപ്പോർട്ട്. പക്ഷേ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിക്ക് there are 10 branches not received ഓഡിറ്റ് റിപ്പോർട്ട് ഫ്രം 8 ബ്രാഞ്ചസ്, 8 ബ്രാഞ്ചുകളിൽ നിന്നും എന്തിട്ടില്ല, നമുക്ക് ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ. സോ ദിസ് ഈസ് സിഗ്നിഫിക്കൻറ്റ് നമ്പർ ഓഫ് ബ്രാഞ്ചസ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഈ 8 ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല എന്നാണ് എങ്കിൽ നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതുന്ന സെയിൽസ്, പർച്ചേസ്, അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇതിലൊക്കെ ഈ ബ്രാഞ്ചിൻ്റെയും കൂടെ സെയിൽസും പർച്ചേസും അസറ്റ്സും ഒക്കെ ഉണ്ടാവില്ലേ, ആ ബ്രാഞ്ചിൻ്റെ ഒന്നും അസറ്റ്സിൻ്റെയും ലയബിലിറ്റിയുടെയും സെയിൽസിൻ്റെയും പർച്ചേസിൻ്റെയും ഒന്നും ഒരു ഒതൻറ്റിസിറ്റി നമുക്ക് ഓഡിറ്റർക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. സോ ഓഡിറ്റർ മൈറ്റ് ഹാവ് ഡൗട്ട്സ്, ഓഡിറ്റർക്ക് ഡൗട്ട് ഉണ്ടാവും, ഈ 8 ബ്രാഞ്ചിൽ നിന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് അല്ലേ, അവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുക, അത് ഫ്രോഡാ മെറ്റീരിയൽ ആവാനും സാധ്യതയുണ്ട്, അത് പെർവസീവ് ടു ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആവാനും സാധ്യത. സോ ഇൻ ദാറ്റ് കേസ് ഹി വിൽ ബി ഇഷ്യൂയിങ് അഡ്വേഴ്സ് ഒപ്പീനിയൻ. അയാൾ അഡ്വേഴ്സ് ഒപ്പീനിയൻ ആണ് എന്ത് ചെയ്യുക, അയാൾ ഫോം ചെയ്യാം. ഓക്കെ, സോ ആക്ച്വലി ദിസ് ഈസ് എ സിറ്റുവേഷൻ ഓഫ് അഡ്വേഴ്സ് ഒപ്പീനിയൻ. ഓക്കെ, അഡ്വേഴ്സ് ഒപ്പീനിയൻ ആണ്. ചില സമയത്ത് വേണമെങ്കിൽ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻസ് ഓൾസോ പോസിബിൾ, ഡിപ്പെൻഡ്സ് ഓൺ മറ്റുള്ള ഘടകങ്ങളും കൂടെ ഉണ്ട് എങ്കിൽ. ഓക്കെ, സോ നൗ ഓപ്ഷൻ നമ്പർ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ, ബിക്കോസ് ആദ്യത്തെ 2 ഓപ്ഷനുകളിലാണ് എന്ത് ചെയ്യുക, നമ്മൾ ക്വാളിഫൈഡ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യും. ക്ലിയർ? ദെൻ നെക്സ്റ്റ്, an audit report with an unmodified opinion is also known as unqualified report or dash. എന്ന് വെച്ചാൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഓഡിറ്റ് റിപ്പോർട്ട് നമുക്ക് അൺമോഡിഫൈഡ് റിപ്പോർട്ട്, മോഡിഫൈഡ് റിപ്പോർട്ട് എന്ന് എന്ത് ചെയ്യാം നമുക്ക് പറയാം. അൺമോഡിഫൈഡ് റിപ്പോർട്ടിനെയാണ് നമ്മൾ വിളിക്കുക അൺക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് വിളിക്കുക. ആ റിപ്പോർട്ടിനെ തന്നെയാണ് നമ്മൾ വിളിക്കുക ക്ലീൻ റിപ്പോർട്ട് എന്ന് വിളിക്കുക. സി ദിസ് ഇസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം അവർ നോട്ട്സ് അല്ലേ, നമ്മൾ നോട്ട് നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്ലീൻ റിപ്പോർട്ടാണ് വരിക, കണ്ണും പൊട്ടി നമുക്ക് എഴുതാൻ പറ്റണം. ഓക്കെ, ദെൻ ബേസിക് എലമെൻറ്റ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ആസ് പെർ ദ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരം ബേസിക് എലമെൻറ്റ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ ഓൾറെഡി പറയും. എന്താണ് നമ്മൾ അതിൻ്റെ ടൈറ്റിൽ, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ ഈ പറയുന്നതിൽ ഏതൊക്കെയാണ് നമ്മളുടെ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ബേസിക് എലമെൻറ്റ്സ് ഞാൻ ചോദിക്കുന്നത്, ഏതൊക്കെയാണ് ഹെഡിങ്സ്? കീ ഓഡിറ്റ് മാറ്റർ ബേസിക് എലമെൻ്റ് ആണോ? യെസ്. ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ ബേസിക് എലമെൻ്റ് ആണോ? യെസ്. ബേസ് ഓഫ് ഒപ്പീനിയൻ? യെസ്. സോ ഓൾ ഓഫ് ദ അബവ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓൾ ഓഫ് ദ അബവ് എല്ലാം എന്താണ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ബേസിക് എലമെൻറ്റ്സ് ആണ്. As per Rule 11 of the Companies Audit and Auditors Rule 2014, the audit report shall also include in his view following matters. Audit report, അതായത് സെക്ഷൻ 143 സെക്ഷൻ 143 നമ്മൾ 15ഓളം പോയിന്റുകൾ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. ആ പോയിന്റിൽ ഏറ്റവും അവസാനത്തേക്ക് പറയുന്ന ഒരു അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളുണ്ട്. ആ പോയിന്റുകൾ ആക്ച്വലി റൂൾ നമ്പർ 11ലാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ആ 143 പറയുന്ന ആ 15 പോയിന്റുകളിലുള്ള പോയിന്റുകളാണ് ആക്ച്വലി എന്ത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഓഡിറ്റ് റിപ്പോർട്ട് ഷാൾ ഓൾസോ ഇൻക്ലൂഡ് ഹിസ് വ്യൂ ആൻഡ് കമൻറ്റ് ഓൺ ദ ഫോളോയിങ് മാറ്റേഴ്സ്. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റുകളാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ് ആ പോയിന്റ്? വെദർ ദ കമ്പനി ഹാസ് ഡിസ്ക്ലോസ്ഡ് ദ ഇമ്പാക്ട് ഇഫ് എനി ഓൺ ദ പെൻഡിങ് ലിറ്റിഗേഷൻസ് ഓൺ ഇറ്റ്സ് ഫിനാൻഷ്യൽ പൊസിഷൻ ഇൻ ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മേലെ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, പെൻഡിങ് ലിറ്റിഗേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്ക് ആ 143 നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും മെറ്റീരിയൽ ഫോർസിയബിൾ ലോസസ്
ഓൺ ലോങ് ടേം കോൺട്രാക്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ പ്രൊവിഷൻസ് വെച്ചിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്യണം, ഓഡിറ്റർ ചെക്ക് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ഒരു വേരിയേഷൻ ഉണ്ടെങ്കിൽ യു ഹാവ് ടു റിപ്പോർട്ട് അല്ലേ, അത് നമ്മൾ അതിൽ പറഞ്ഞ പോയിൻ്റാണ്. അതുപോലെ തന്നെ ഇഫ് ദെയർ ഈസ് എനി ഡിലേ ഇൻ ട്രാൻസ്ഫറിങ് എമൗണ്ട് ടു ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട്, നമ്മൾ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക, അവിടെ പറയണം. ഓക്കെ, ഇത് 4 ഈ 3 പോയിൻറ്റും ആക്ച്വലി എന്താണ് 143 പറയുന്ന പോയിൻ്റാണ്. ഓക്കെ, സോ ഓൾ ഓഫ് ദ അബവ് ഈസ് ദ റൈറ്റ് ആൻസർ. സോ 143 നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻറ്റുകൾ റീഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ യു വിൽ ഗെറ്റ് ദിസ് പോയിൻറ്റ്. 134. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 134. Essential characteristics of good audit report. എന്തൊക്കെയാണ് ഒരു ഗുഡ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കേണ്ട എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്? ഇതിലെല്ലാം ഒരുവിധം എല്ലാം കോമൺ പോയിന്റുകളാണ്. സോ യു ക്യാൻ എന്താണ് ഒരു ഡിഡക്റ്റീവ് മെത്തേഡിലൂടെ നിങ്ങൾക്ക് ഇതിന് എന്ത് ചെയ്യാം, സിംപ്ലിസിറ്റി. ഓക്കെ, ഒരു ഗുഡ് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടായിരിക്കേണ്ട സാധനമാണ് എന്ത്, ഗുഡ് സിമ്പിളായിട്ടായിരിക്കണം ഓഡിറ്റ് റിപ്പോർട്ടിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഷുഡ് ബി ഇൻ പ്രോപ്പർ മാനർ. ഓക്കെ, സിംപ്ലിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഗുഡ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ക്വാളിറ്റിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ക്ലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ബ്രീവിറ്റി എന്ന് പറഞ്ഞാൽ ബ്രീഫായിട്ട് എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യുക, ചുരുക്കി കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാം. പിന്നെ ഫേംനെസ്, ഓക്കെ, കറക്റ്റായിട്ട് ട്രൂ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ പറയാം. അതുപോലെ തന്നെ ഒബ്ജക്റ്റിവിറ്റി, നമ്മൾ ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റിവിറ്റി എന്താണോ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക നമ്മൾ വർക്ക് ചെയ്യുക. പിന്നെ ഡിസ്ക്ലോഷേഴ്സ് പ്രോപ്പറായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇംപാർഷ്യാലിറ്റി. ഓക്കെ, നമ്മൾ പാർഷ്യാലിറ്റി ആൻഡ് ഇംപാർഷ്യാലിറ്റി, ആ പാർഷ്യാലിറ്റി നമ്മൾ കാണിക്കാൻ വേണ്ടി ഇറ്റ് ഷുഡ് ബി ഇംപാർഷ്യൽ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇംപാർഷ്യലായിട്ട് എന്ത് ചെയ്യണം നമ്മൾ പറയാം. അതുപോലെ തന്നെ ഇൻഫർമേഷൻ ബേസ്ഡ് ആൻഡ് ടൈംലിനെസ്. ഇൻഫർമേഷൻ ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ ടൈംലിനെസ്, സമയത്ത് നമ്മൾ കൊടുക്കാൻ വേണ്ട. നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടെല്ലാം നമ്മൾ കൊടുക്കേണ്ട. ഓരോ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞാലും ഇത്ര സമയത്തിനുള്ളിൽ വിത്തിൻ 6 months എന്ത് ചെയ്യണം നമ്മൾ നോർമലി കൊടുക്കേണ്ടതാണ്. സോ ഇതൊക്കെ ഒരു ഗുഡ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ക്വാളിറ്റിയാണ്. രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് സെയിം പോയിന്റുകൾ തന്നെ അവിടെ കാണാം. ബ്രീവിറ്റി, ഫേംനെസ്, ഒബ്ജക്റ്റിവിറ്റി, ഡിസ്ക്ലോഷർ, ഇംപാർഷ്യാലിറ്റി, ഇൻഫർമേഷൻ ബേസ്ഡ് ആൻഡ് പോപ്പുലാരിറ്റി. പോപ്പുലാരിറ്റി എന്ന് പറയുന്ന സാധനം, പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് പോപ്പുലർ ആയതുകൊണ്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളൊരു ടേം അവിടെ ഇല്ല. സോ ആക്ച്വലി ഓപ്ഷൻ 2 പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഗുഡ് ഓഡിറ്റ് റിപ്പോർട്ടിന് ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമല്ല. സോ ദിസ് ഈസ് റോങ്. സോ ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ട, നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. നോ ഇതിലും സെയിം സിംപ്ലിസിറ്റി, ക്ലാരിറ്റി, ബ്രീവിറ്റി, ഫോംനെസ്, ഒബ്ജക്റ്റിവിറ്റി, ഡിസ്ക്ലോഷർ, ഇംപാർഷ്യാലിറ്റി, ഇൻഫർമേഷൻ ബേസ്ഡ് ആൻഡ് എംബിഗ്യൂട്ടി. എംബിഗ്യൂട്ടി എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ. നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പാടുണ്ടോ? ഇല്ല. ഇറ്റ് ഷുഡ് ബി ക്രിസ്റ്റൽ ക്ലിയർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എംബിഗ്യൂട്ടി, ഇൻഫർമേഷൻ ബേസ്ഡ് ആൻഡ് ട്രൂ ടൈംലിനെസ് ആയിരിക്കണം, അതായത് ട്രൂഫുൾനെസ് ആയിരിക്കണം. അല്ലാതെ എംബിഗ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കരുത് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓഡിറ്റ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഓൾസോ wrong. So option number 1 is the right answer. Okay, then 135 the auditor shall verify whether unpaid dividend has been transferred to unpaid dividend account. എന്താണ് unpaid dividend? ഒരു കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ അവർ പേ ചെയ്തിട്ടില്ല എങ്കിൽ they have to transfer this to a certain account അല്ലേ. ആ അക്കൗണ്ട് നമ്മൾ വിളിക്കാം അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് എന്ന് നമ്മൾ വിളിക്കാം. സോ ഈ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. ദ ഓഡിറ്റർ ഷാൽ വെരിഫൈ വെദർ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ടു അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് വിത്തിൻ എത്ര ദിവസം കൊണ്ടാണ്, അതായത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു 30 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പേ ചെയ്തിട്ടില്ല എങ്കിൽ 30 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത 7 days ഉള്ളിൽ വിത്തിൻ 7 days ഫ്രം ദ എക്സ്പയറി ഓഫ് 30 days. 30 ദിവസം കഴിഞ്ഞ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് 30 ദിവസം കഴിഞ്ഞിട്ട് ആ 30 ദിവസം കഴിഞ്ഞിട്ടുള്ള 7 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, നിങ്ങൾ അതിനെ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സോ 7 and 30 that is the right answer. Option number 2. Now if debentures are redeemable, it can be redeemed in which of the following ways? ഏതൊക്കെ വേയിലാണ് ഡിബഞ്ചർ റിഡീം ചെയ്യാൻ പറ്റുക? ബൈ വേ ഓഫ് പേയ്മെൻറ്റ് ആസ് ഡൊണേഷൻ ആയിട്ട് ഡിവിഡൻഡ് റീപേ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് അയാൾ തന്ന പൈസയാണ്, അയാൾക്ക് അത് എന്ത് ചെയ്യണം, അയാൾക്ക് അതിൻ്റെ റീപേയ്മെൻറ്റ് ആയിട്ട് തന്നെ പ്രിൻസിപ്പൽ റീപേയ്മെൻറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം. സോ യു കനോട്ട് പേ ഇറ്റ് ആസ് എ ഡൊണേഷൻ. ബൈ പേയ്മെൻറ്റ് വെൻ എവർ ദ കമ്പനി ഡിസൈഡ് ടു ഡു സോ. അങ്ങനെ ചെയ്യാം. അതായത് ഒരു കമ്പനി അവർ ചിലപ്പം ഒരു പെർട്ടിക്കുലർ ടേം കഴിഞ്ഞാൽ തിരിച്ചു തരണം എന്നായിരിക്കും ടേംസ് ആൻഡ് കണ്ടീഷൻ. ചിലപ്പം അതിന് സ്പെസിഫിക് ടൈം ലൈൻ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും കമ്പനിക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം.
കൊടുക്കാം. അപ്പോൾ അങ്ങനെയും ഈസ് പോസിബിൾ. സോ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ബൈ വേ ഓഫ് പേഴ്സണൽ ഡ്രോയിങ്സ് ആയിട്ട് ഇപ്പോൾ പാർട്ട്നേഴ്സൊക്കെ ഡ്രോ ചെയ്യുന്ന മാതിരി ഡ്രോ ചെയ്യാൻ പാടില്ല, ഇല്ല, ഇറ്റ് കനോട്ട് ബി ഡ്രോൺ ഇൻ സച്ച് വേ. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പേ ചെയ്യിപ്പിക്കാം. പക്ഷേ ഇൻസ്റ്റാൾമെൻ്റ് എന്നുള്ള ഓപ്ഷൻ എല്ലാം ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്താണ്, ഒരു പേഴ്സണൽ ഡ്രോയിങ് ആയിട്ട് ഒരാൾ പേഴ്സണലി ഒരു അയാളെ സ്വന്തം സ്ഥാപനത്തിൽ ഡ്രോ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡിബഞ്ചർ റിഡീം ചെയ്യാൻ പാടില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. പിന്നെ ബൈ വേ ഓഫ് പേയ്മെൻറ്റ് ആസ് ഷെയർ വിത്തൗട്ട് കൺസിഡറേഷൻ. നമുക്ക് ഡിബഞ്ചർ വേണമെങ്കിൽ എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാം. പക്ഷേ ഇവിടെ കൺവേർഷനെ കുറിച്ചല്ല പറഞ്ഞാൽ, ബൈ വേ ഓഫ് പേയ്മെൻറ്റ് ആസ് ഷെയർസ് വിത്തൗട്ട് കൺസിഡറേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. പക്ഷേ കൺവേർഷൻ എന്നുള്ള വാക്കല്ല അവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദ ഓപ്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ 2. ഓക്കെ, നമുക്ക് ഡിബഞ്ചർ കമ്പനി ഡിസയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് റിഡീം ചെയ്യുന്നതാണ് അതിൻ്റെ ഓപ്ഷൻ. ഓക്കെ, നോർമലി ഡിബഞ്ചർ കൺവേർട്ടിബിൾ ഡിബഞ്ചേഴ്സ് ആണ് എങ്കിൽ ദർ ഇസ് എൻ ഓപ്ഷൻ ഫോർ ദം. അവർ റിഡംഷൻ പീരീഡിൽ ദേ ക്യാൻ ആക്ച്വലി ട്രാൻസ്ഫർ ദാറ്റ് ടു ഷെയർസ്. ഓക്കെ, ദ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് to be applied in this context of splitting of shares. Splitting of shares അല്ലെങ്കിൽ alteration of shares നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ സ്പ്ലിറ്റിംഗ് ഓഫ് ഷെയർസിൽ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? ഒന്ന്, they should have authorization in the articles. ആർട്ടിക്കിൾസിൽ ഓതറൈസ് ചെയ്തിട്ടുണ്ട്. The auditor should confirm that alteration is authorized by the articles. ഓതറൈസ് ബൈ ദ ആർട്ടിക്കിൾ ആണെന്ന് എന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം. അതുപോലെ തന്നെ ഹി ഷുഡ് വെരിഫൈ ദാറ്റ് ദ മിനിറ്റ്സ് ഓഫ് മിനിറ്റ്സ് റീഡ് ചെയ്യണം. ബോർഡ് മീറ്റിംഗ് ഓഡിറ്റ് റെസൊല്യൂഷൻ പാസ്ഡ് ഇൻ ദ ജനറൽ മീറ്റിംഗ് ഇൻ വിച്ച് അപ്രൂവൽ ഓഫ് ദ മെമ്പർ ഈസ് ഒബ്റ്റെയിൻഡ്. ഓക്കെ, ഇത് രണ്ടും എന്ത് ചെയ്യണം, റീഡ് ചെയ്യണം. സോ ദിസ് ഇസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം അവർ. ഓക്കെ, അപ്പം നമുക്ക് ഡയറക്റ്റ് നമ്മൾ ആ ഒരു ഓപ്ഷൻ നമ്മൾ ഓഡിറ്റ് ഓഫ് സ്പ്ലിറ്റിംഗ് ഓഫ് ഷെയർസ് അതുപോലെ ആൾട്ടറേഷൻ ഓഫ് ഷെയർസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സെയിം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ ഷുഡ് വെരിഫൈ ദാറ്റ് ദ ആൾട്ടറേഷൻ ഹാസ് ബീൻ എഫക്റ്റഡ് ഇൻ ദ കോപ്പീസ് ഓഫ് ദ memorandum and articles etc. Okay, all of the above is the right answer. Okay, these are direct question from the notes. The term dash comprises both trade credit. See, ഇതിൽ രണ്ട് ഓപ്ഷനെ കൊടുത്തിട്ടുള്ളൂ, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അതിൽ രണ്ട് ഓപ്ഷനെ കാണുന്നുള്ളൂ. So let's see എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. The term dash comprises both trade creditors as well as bills payables. This represents the liability of the organization to its suppliers. ഏതായിരിക്കും? See, direct question, simple question ആണ്. So it is trade payable. Okay, actually ഇതിൻ്റെ ആൻസർ കീ നിങ്ങളുടെ മെറ്റീരിയൽ കൊടുത്തിട്ടില്ല. ഐ ഡോണ്ട് നോ, എന്തെങ്കിലും ഒരു എറർ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്സിംഗ് ആയിരിക്കാം. 2 ഓപ്ഷൻസ് മിസ്സിംഗ് ആണ്. ഓക്കെ, ബട്ട് ദ ആൻസർ ഈസ് ട്രേഡ് പേയബിൾ ആസ് പെർ ദ ക്വസ്റ്റ്യൻ. ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഓഡിറ്റ് റിപ്പോർട്ട് കണ്ടെയ്ൻസ് ഡീറ്റെയിൽസ് ഓഫ് ഫാക്ട്. ഓഡിറ്റ് റിപ്പോർട്ടിൽ ഫാക്റ്റ് ആണോ നമ്മൾ പറയുക? അല്ല. ഡീറ്റെയിൽസ് ഓഫ് ഫ്രോഡിനെ കുറിച്ചാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുക? അല്ല. എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻ, എക്സ്പ്രഷൻ ഓഫ് സജഷൻസ്, ഏതാണ്? എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻ. ഓഡിറ്റ് റിപ്പോർട്ട് തന്നെ എന്ന് പറയുന്ന തന്നെ സാധനം തന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ടു എക്സ്പ്രസ് എൻ ഒപ്പീനിയൻ ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. യെസ്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റിൽ നമ്മൾ എന്താ പറയുക, ഒപ്പീനിയൻ ആണോ പറയുക? അല്ല, അവിടെ നമ്മൾ എന്താ പറയുക, ഫാക്റ്റാണ് നമ്മൾ പറയുക. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് വിൽ കണ്ടെയ്ൻ ഫാക്ട്, ഓഡിറ്റ് റിപ്പോർട്ട് വിൽ ബി കണ്ടെയ്നിങ് ഓൺലി ദ ഒപ്പീനിയൻ. ഓക്കെ. An auditor expresses dash opinion on the financial statement when the auditor, having obtained sufficient appropriate audit evidence, concludes that the financial statement either individually or in aggregate are both material and pervasive to the financial statement. എന്താ പറയുന്നത്? സെയിം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ എന്താണ്, മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് ബോത്ത് മെറ്റീരിയൽ ആൻഡ് പെർവസീവ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. Any casual vacancy in a government company is filled by CAG of India within dash days. Within days. എത്ര ദിവസമാണ്? കാഷ്വൽ വേക്കൻസി ഗവൺമെൻറ് കമ്പനിയുടെ കേസിൽ ഫിൽ ചെയ്യുന്നത് ആരായിരിക്കും? CAG ആയിരിക്കും. വിത്തിൻ 30 days. CAG ഫില്ല് ചെയ്തിട്ടില്ല എങ്കിൽ, ഈ 30 ഡേയ്സിൻ്റെ ഉള്ളിൽ CAG ഫില്ല് ചെയ്തിട്ടില്ല എങ്കിൽ ഇറ്റ് വിൽ ഗോ ടു ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അടുത്ത 30 ഡേയ്സിൻ്റെ ഉള്ളിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യണം? കാഷ്വൽ വേക്കൻസി ഫില്ല് ചെയ്യണം. ഓക്കെ. നൗ കോസ്റ്റ് ഓഡിറ്റർ സബ്മിറ്റ് ഹിസ് റിപ്പോർട്ട് അലോങ് വിത്ത് റിസർവേഷൻ ആൻഡ് ഒബ്സർവേഷൻ ഇൻ ഫോം നമ്പർ 1 2 3 4, CRA 1 2 3 4, ADT 1 2 3 4 അല്ലേ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. CRA 1 എന്തായിരുന്നു? കോസ്റ്റ് ഓഡിറ്റ് റെക്കോർഡ്സ്. ഓക്കെ, സോറി, കോസ്റ്റ് ഓഡിറ്റ് റെക്കോർഡ് അല്ല, കോസ്റ്റ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫോമാണ് എന്ത്? CRA 1. CRA 2 എന്താണ്? അപ്പോയിൻമെൻറ്റ് ഓഫ്
കോസ്റ്റ് ഓഡിറ്റർ CMA അപ്പോയിൻറ്റ് ചെയ്യുന്നതിൻ്റെ ഫോമാണ്. CRA 3 ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റർ കോസ്റ്റ് ഓഡിറ്റർ അല്ലെങ്കിൽ CMA ഓഡിറ്റ് റിപ്പോർട്ട് കമ്പനിയിലേക്ക് സബ്മിറ്റ് ചെയ്യുന്ന ഫോമാണെന്ത് CRA 3. CRA 4 എന്താണ്? ഈ ഓഡിറ്റ് റിപ്പോർട്ട് വി ആർ സബ്മിറ്റിംഗ് ടു സെൻട്രൽ ഗവൺമെൻറ് CGയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ വിത്തിൻ പെർട്ടിക്കുലർ ഡേറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഈ കമ്പനിയിലേക്ക് കിട്ടിയിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ട് കമ്പനി എന്ത് ചെയ്യണം? സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് സബ്മിറ്റ് ചെയ്യണം. ആ സബ്മിറ്റ് ചെയ്യുന്ന ഫോമാണ് എന്ത് CRA 4. ഇവിടെ ഏതാണ് നമ്മളോട് ചോദിച്ചത്? കോസ്റ്റ് ഓഡിറ്റർ സബ്മിറ്റ് ഹിസ് റിപ്പോർട്ട് അലോങ് വിത്ത് റിസർവേഷൻ. കോസ്റ്റ് ഓഡിറ്റർ ആണ് എന്ത് ചെയ്യുന്നത്? സബ്മിറ്റ് ചെയ്യുന്നത് പറയുന്നത്. എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഡിറ്റർ സബ്മിറ്റ് ചെയ്യുന്നത് ഏത് ഫോമിലായിരിക്കും? CRA 3ലായിരിക്കും. CRA 3 is the form. CRA 4 ഈ കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് കമ്പനി സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് എന്താണ് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് CRA 4 അവിടെ അപ്ലൈ ആവുക. 144 സെക്രട്ടറി ഓഡിറ്റ് ഈസ് കവേർഡ് അണ്ടർ സെക്ഷൻ. നമ്മൾ ഓൾറെഡി 4 ടൈപ്പ് ഓഫ് ഓഡിറ്റ് നമ്മൾ കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. അതിലൊന്ന് ഇൻറ്റേർണൽ ഓഡിറ്റാണ്, ദാറ്റ് ഈസ് 138. 139 മുതൽ 147 വരെ കമ്പനി ഓഡിറ്റിൻ്റെ പ്രൊവിഷൻസ് ആണ്. പിന്നെ 148 കോസ്റ്റ് ഓഡിറ്റ് ആണ്. പിന്നെ നമുക്ക് വരുന്ന ഒരു ഓഡിറ്റ് കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിൽ 204 ആണ്. ഇറ്റ് ഈസ് 204 ഈസ് അബൌട്ട് സെക്രട്ടറിയൽ ഓഡിറ്റ്. 148 എന്താണ്? കോസ്റ്റ് ഓഡിറ്റ് ആണ്. 139 എന്താണ്? കമ്പനി ഓഡിറ്റ് ആണ്. 133 ഈസ് നോട്ട് ആൻ ഓഡിറ്റ് പ്രൊവിഷൻ. ഓക്കെ. നൗ ദ ഓഡിറ്റർ ആൻഡ് ഓഡിറ്റർ ഷാൽ സബ്മിറ്റ് ആൻ അൺമോഡിഫൈഡ് റിപ്പോർട്ട് when എപ്പോഴാണ് അൺമോഡിഫൈഡ് റിപ്പോർട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുക? when the financial statement exhibit true and fair view, financial statements are partially correct, financial statements are incomplete, financial statements are unavailable. എപ്പോഴാണ് നമ്മൾ അൺമോഡിഫൈഡ് റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ അൺക്വാളിഫൈഡ് റിപ്പോർട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുക? ഇറ്റ് ഈസ് ഇഷ്യൂഡ് when the financial statements are true and fair. ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആൻഡ് ഫെയർ ആണെങ്കിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുക. നൗ നെക്സ്റ്റ് 146 ഈസ് ടോക്കിംഗ് അബൌട്ട് കാരോ, കമ്പനി ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഓർഡർ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ട് നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് എടുത്തതിന് ശേഷം നമ്മൾ പറഞ്ഞിട്ട് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ കൂടെ അനക്ഷർ ആയിട്ട് വരുന്ന ഒരു റിപ്പോർട്ടാണ് ആക്ച്വലി എന്ത് കാരോ, കമ്പനി ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഓർഡർ. അതിൽ 10-24ഓളം ക്ലോസുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്ലോസുകൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ നോക്കുന്നത്. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കണ്ടന്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ആസ് പെർ കാരോ റിപ്പോർട്ട് പ്രകാരം. കാരോ റിപ്പോർട്ടിൽ പറയാത്ത ഏത് പോയിൻ്റാണ് ഇവിടെ പറഞ്ഞിട്ട്? അതായത് കാരോ എന്ന് പറയുന്നത് കമ്പനി ഓഡിറ്റ് റിപ്പോർട്ട് ഓർഡറാണ്. ഈ കാരോ റിപ്പോർട്ട് പ്രകാരം കമ്പനിയിൽ ഈ ഓഡിറ്റർ എന്ത് ചെയ്യണം? ഹി ഹാവ് ടു റിപ്പോർട്ട് ഓൺ മെനി ഐറ്റംസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ആ ഐറ്റംസ് ഏതൊക്കെയാണെന്ന് സ്പെസിഫിക് ആയിട്ട് കാരോ റിപ്പോർട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഇൻവെൻട്രിയെ കുറിച്ച് അയാൾ എന്ത് ചെയ്യണം? കാരോ റിപ്പോർട്ടിൽ സബ്മിറ്റ് അയാൾ മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്ത് ചെയ്യണം? അയാൾ മെൻഷൻ ചെയ്യണം. പിന്നെ റീപേയ്മെൻറ്റ് ഓഫ് ലോണുമായി ബന്ധപ്പെട്ടുള്ള പോയിന്റുകൾ അയാൾ മെൻഷൻ ചെയ്യണം. റിക്രൂട്ട്മെൻറ്റ് ഓഫ് എംപ്ലോയീസിൻ്റെ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് അയാൾ കാരോ റിപ്പോർട്ടിൽ എന്ത് ചെയ്യേണ്ട? മെൻഷൻ ചെയ്യണം. സോ കാരോ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഒരുപാട് ക്ലോസ് വരുന്ന ഒരു സാധനമാണ്. ഐ ഹാവ് ഗിവൺ യു, നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ടിൽ ഞാൻ തന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ പ്രിൻ്റ് ഔട്ട് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായത് യു ജസ്റ്റ് റീഡ് ഇറ്റ് 1 or 2 times, ദെൻ ഫോർഗെറ്റ് ഇറ്റ്. ഓക്കെ, കാരണം അത് ഡീറ്റെയിൽ ആയിട്ട് യു വിൽ നോട്ട് ഹാവ് ടു റൈറ്റ്. നിങ്ങൾ കാരോ റിപ്പോർട്ട് അത് എല്ലാ പോയിന്റും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് എഴുതണമെന്നില്ല, ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ തിങ്സ് ഇൻ ഇറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് റിക്രൂട്ട്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്ന ഒരു ക്ലോസ് അതിൽ ഇല്ല. ഇൻവെൻട്രി ഉണ്ട്, ഫിക്സഡ് അസറ്റ് ഉണ്ട്, ലോൺസ്, അഡ്വാൻസസ്, ഡയറക്ടേഴ്സ്, റിലേറ്റഡ് പാർട്ടി, കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട്, സെക്രട്ടറി ഓഡിറ്റ് റിപ്പോർട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നോട്ട് അബൌട്ട് റിക്രൂട്ട്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്. നൗ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ഓഡിറ്റ് റിപ്പോർട്ട്? നേരത്തെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞതുള്ള എല്ലാത്തിനെയും കൂടെ ഒരൊറ്റ ഓപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ചെയ്തത്. ഇവിടെ അതിനെല്ലാം സ്പ്ലിറ്റ് ചെയ്യുന്നു. ഏതൊക്കെയാണ് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്? സിംപ്ലിസിറ്റി, ക്ലാരിറ്റി, ഒബ്ജക്റ്റിവിറ്റി. ഓൾ ഓഫ് ദ അബവ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് മീൻസ് ഡിഫറെൻറ്റ് വേയിൽ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ്. Auditor of a company appointed under dash shall not act as a cost auditor of a company. നമുക്കറിയാം ഓൾറെഡി ഒരു കമ്പനീസ് ആക്ടിന് അണ്ടറിൽ 4 ഓഡിറ്റേഴ്സാണ്. ഇൻറ്റേർണൽ ഓഡിറ്റർ, കമ്പനി ഓഡിറ്റർ, കോസ്റ്റ് ഓഡിറ്റർ, സെക്രട്ടറി ഓഡിറ്റർ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ഓൾറെഡി
ഒരു സെക്ഷൻ പ്രകാരം നിങ്ങൾ ഓൾറെഡി ഒരു ഓഡിറ്റർ ആണെങ്കിൽ, ഒരു കമ്പനിയിൽ ഓഡിറ്റർ ആണെങ്കിൽ, യു കനോട്ട് ബി ദ ഓഡിറ്റർ ഓഫ് ദ സെയിം കമ്പനി ആസ് എ കോസ്റ്റ് ഓഡിറ്റർ ആയിട്ട് നിങ്ങൾക്ക് കമ്പനി നിൽക്കാൻ പാടില്ല. അപ്പം അത് ഏത് സെക്ഷനാണ്? സെക്ഷൻ 139 എന്ന് പറയുന്നതാണ് ആക്ച്വലി ഓഡിറ്റർ ഓഫ് ദ കമ്പനി ഓഡിറ്ററുടെ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾ ഇഫ് യു ആർ അപ്പോയിൻറ്റഡ് ആസ് എ കമ്പനി ഓഡിറ്റർ, ദെൻ യു കനോട്ട് ആക്ട് ആസ് എ കോസ്റ്റ് ഓഡിറ്റർ. ആർക്കാ കമ്പനി ഓഡിറ്റ് ചെയ്യാൻ പറ്റുക? ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ആർക്കാ കോസ്റ്റ് ഓഡിറ്റ് ചെയ്യാൻ പറ്റുക? കോസ്റ്റ് ഓഡിറ്റ് ഈസ് ഡിസ്കസ്ഡ് ഇൻ 148. കോസ്റ്റ് ഓഡിറ്റ് ആർക്കാ ചെയ്യാൻ പറ്റുക? CMAക്ക് മാത്രമേ ചെയ്യാൻ പറ്റുക. 204 ആർക്കാ ചെയ്യാൻ പറ്റുക? കമ്പനി സെക്രട്ടറി മാത്രം. ഓക്കെ, ഇഫ് എ പേഴ്സൺ ഹൂ ഈസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, അങ്ങനെയാണെങ്കിൽ ഹി ക്യാൻ ഡു ദ കോസ്റ്റ് ഓഡിറ്റ് ആൻഡ് company audit. See, there are other practical difficulties, but based on the Companies Act provision, we can say that he is actually qualified under section 139 and section 204. Sorry, 148. 148. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾ 148 പ്രകാരം if he is a qualified CMA, he can do the cost audit, but he should not be the auditor of a company in the same company. He shall not be the company auditor അയാൾ ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ he is disqualified. So 139 പ്രകാരം നിങ്ങളൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കോസ്റ്റ് ഓഡിറ്റ് മീൻസ് കമ്പനി ഓഡിറ്റ് ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതേ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് തന്നെ he cannot do the cost audit even if he is a qualified cost accountant. Clear? As per section 139 subsection 9, a retiring auditor may be reappointed. Retiring auditor reappoint ചെയ്യാൻ വേണ്ടിയിട്ട് 3 കണ്ടീഷൻസ് ആണ് നമുക്കുള്ളത്. 3 കണ്ടീഷൻസ്. ഒന്നെന്താണ്? അയാൾ ഡിസ്ക്വാളിഫൈ ആവാൻ പാടില്ല. രണ്ടാമത്തെ എന്താണ്? അയാൾ അൺവില്ലിങ്നെസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമത് അയാൾക്കെതിരെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ടാവരുത്. ഇത് 3ഉം ഇല്ല എങ്കിൽ അയാളെ നമുക്ക് എന്ത് ചെയ്യാം? റീഅപ്പോയിൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് റീഅപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ലെറ്റ് സി. As per section 139 subsection 9, a retiring auditor may be reappointed at the annual general meeting if he is not disqualified. Disqualified അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യാം? നമുക്ക് അപ്പോയിൻറ്റ് ചെയ്യാം. So that option is right. And he has not given a company notice of his unwillingness. Not given unwillingness. അയാൾ അൺവില്ലിംഗ് ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അയാളെ റീഅപ്പോയിൻറ്റ് ചെയ്യാം. സോ നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? റിട്ടയറിംഗ് ഓഡിറ്റർ റീഅപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റുന്നതിൻ്റെ കണ്ടീഷൻ എന്തൊക്കെയാണ്? അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? അയാളെ റീഅപ്പോയിൻറ്റ് ചെയ്യാം. He should not be disqualified. Reappoint ചെയ്യാം. He should not given his unwillingness. മൂന്നാമത്തത് അയാൾ റീഅപ്പോയിൻറ്റ് ചെയ്യാം. പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല? സ്പെഷ്യൽ റെസൊല്യൂഷൻ ഹാസ് നോട്ട് ബീൻ പാസ്ഡ്. അയാൾക്കെതിരെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുണ്ടാവരുത്. അപ്പോൾ ഇത് 3ഉം ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റിട്ടയറിംഗ് ഓഡിറ്ററെ വീണ്ടും റീഅപ്പോയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? റിട്ടയറിംഗ് ഓഡിറ്റർ നമുക്ക് റീഅപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. പറ്റും ഇഫ് ദ ഫോളോയിങ് 3 conditions are satisfied. So all of the above. First auditor of a company other than a government company. ഗവൺമെൻറ് കമ്പനി അല്ലാത്ത കമ്പനികളിൽ ഫസ്റ്റ് ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദ ആരാണ് ഫസ്റ്റ് ഓഡിറ്റർ? ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അവരുടെ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് നടക്കുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു ഓഡിറ്റർ നമ്മൾ വിളിക്കുക ഫസ്റ്റ് ഓഡിറ്റർ എന്ന് വിളിക്കുക. അപ്പോൾ ഫസ്റ്റ് ഓഡിറ്റർ നോർമലി അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ദ കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് 30 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? അയാൾ അപ്പോയിൻറ്റ് ചെയ്യണം. സോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? സി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇറ്റ് ഫ്രം ദ നോട്ട്. പിന്നെ എ കമ്പനി ഷാൾ ഇൻഫോം ദ ഓഡിറ്റർ കൺസേൺ ഓഫ് ഹിസ് ഓർ ഇറ്റ്സ് അപ്പോയിൻമെൻറ്റ് ആൻഡ് ഓൾസോ ഫയൽ എ നോട്ടീസ് ഓഫ് സച്ച് അപ്പോയിൻമെൻറ്റ് വിത്ത് ദ രജിസ്ട്രാർ വിത്തിൻ 15 days ഓഫ് ദ മീറ്റിംഗ് ഇൻ വിച്ച് ദ ഓഡിറ്റർ ഈസ് അപ്പോയിൻറ്റഡ്. ഇൻഫോം ADT 1. See ADT 1, ADT 1, 2, 3, 4. ADT 1 എന്താണ്? അപ്പോയിൻമെൻറ്റ് ഓഫ് ദ ഓഡിറ്റർ ആണ്. ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനി രജിസ്ട്രാർക്ക് ഇഷ്യൂ ചെയ്യുന്ന ഫോമാണെന്ത്? ADT 1. ADT 2 എന്താണ്? റിമൂവൽ ആണ്. ADT 3 റെസിഗ്നേഷൻ ആണ്. ഓഡിറ്റ് സ്വമേധയാൽ റിസൈൻ ചെയ്തു പോവാണെങ്കിൽ ADT 3. ADT 4 ഫ്രോഡ് റിപ്പോർട്ടിംഗ്. ഓക്കെ, ഒരു കമ്പനിയിൽ ഫ്രോഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റർ യൂസ് ചെയ്യുന്ന ഫോമാണിത് ADT 4. സോ ഇവിടെ എന്താ ചോദിക്കുന്നത്? അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യമാണ്. സോ അപ്പോയിൻമെൻറ്റ് ഈസ് ഇൻ ADT 1. ക്ലിയർ?
No individual shall be appointed or reappointed as auditor of more than one term of, അതായത് ഇൻഡിവിജ്വൽ ആണെങ്കിൽ, അതായത് ഒരു കമ്പനിയിൽ ഓഡിറ്ററായിട്ട് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ലിസ്റ്റഡ് കമ്പനിയോ സർട്ടൻ ക്ലാസ് ഓഫ് കമ്പനി, അവിടെ ലിസ്റ്റഡ് ആണോ സർട്ടൻ ക്ലാസ് ഓഫ് കമ്പനി ആണെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി ക്ലോസ് ആണ് പറയുന്നത്. ഓക്കെ, സോ വി ക്യാൻ സീ ദാറ്റ് നോ ഇൻഡിവിജ്വൽ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല. ഷാൽ ബി അപ്പോയിൻറ്റഡ് ഓർ റീഅപ്പോയിൻറ്റഡ് ആസ് ഓഡിറ്റർ ഓഫ് മോർ ദാൻ വൺ ടേം ഓഫ് ഡാഷ് കോൺസിക്യൂട്ടീവ് ഇയേഴ്സ്. എത്ര കോൺസിക്യൂട്ടീവ് ഇയേഴ്സാണ്? 5 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് അല്ലേ. സെക്ഷൻ 139 വരുന്ന പ്രൊവിഷനാണ്. വി ഡിസ്കസ്ഡ് ഇൻ ഡീറ്റെയിൽ അല്ലേ, എക്സാമ്പിളൊക്കെ വെച്ചിട്ട് വി ഡിസ്കസ്. സോ 5 കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് ആണ് അവിടെ പറയുന്നത്. ഇൻഡിവിജ്വൽ ആണെങ്കിൽ 1 ടേം, ഫേം ആണെങ്കിൽ 2 ടേം. നോ, സെക്ഷൻ ഡാഷ് ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 contains the statutory provision in relation to the remuneration of the auditor. Remuneration of the auditor കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? 142 ഡയറക്റ്റ് സെക്ഷനാണ്. Now, dash refers to the process of conducting the audit of a single organization by more than one auditor. ഒന്നിൽ കൂടുതൽ ഓഡിറ്റർ ഒരു സിംഗിൾ ഓർഗനൈസേഷൻ ഓഡിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ജോയിൻറ്റ് ഓഡിറ്റ്. ഓക്കെ, വി ഹാവ് ഓൾറെഡി ഡിസ്കസ് എന്താണ് ജോയിൻറ്റ് ഓഡിറ്റ്. അതിൻ്റെ SI നമ്മൾ പഠിച്ചിട്ടുണ്ട് 299 അല്ലേ. 299. Now, the amendments that gave the local self-governance in India the constitutional protection are, see, this might be a new point for you. See, this ഒരു സെക്ഷൻ എന്താണ് അമെൻമെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ വിച്ച് യു ഹാവ് ടു സ്റ്റഡി. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മൈൻഡിലുണ്ടായിരിക്കണം. ഇഫ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ്, understand that it is section it is 73 and 74 amendment. Okay, amendments that give the local self government in India the constitutional protection are 73 and 74. According to the Central Cooperative Society Act prakaram, dash of the profits of a cooperative society should be transferred to a reserve fund before distribution of dividend or payment of bonus to its members. Okay, ഇവിടെ എന്തിനെ കുറിച്ച് പറഞ്ഞാൽ? കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ടിനെ കുറിച്ച് പറഞ്ഞത്. കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അവർക്കൊരു മാൻഡേറ്ററി ആയിട്ട് അവരെന്ത് ചെയ്യണം? ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് ദിയർ പ്രോഫിറ്റ്, അവർ പ്രോഫിറ്റ് എത്രയാണോ ജനറേറ്റ് ചെയ്യുന്നത് അത് കംപ്ലീറ്റ്ലി എൻ്റർ ആയിട്ട് മെമ്പേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പെർട്ടിക്കുലർ പോർഷൻ എന്ത് ചെയ്യണം? അവർ റിസർവ് ഫണ്ടായിട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ആ റിസർവ് ഫണ്ടായിട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ട പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? 25% ആണ്. 25% ഈസ് ദ മാൻഡേറ്ററി ട്രാൻസ്ഫർ ദാറ്റ് എ കമ്പനി ഹാവ് ടു മേക്ക് ടു റിസർവ് ഫണ്ട്. സി, പക്ഷേ രജിസ്ട്രാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ പെർസെൻറ്റേജ് ഇറ്റ് ക്യാൻ ബി റെഡ്യൂസ് ടു അപ് ടു 10%. രജിസ്ട്രാർക്ക് വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, ബട്ട് മെയിൻലി എന്താണ്? 25% ആണ് എന്ത് ചെയ്യേണ്ടത്? മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പക്ഷേ രജിസ്ട്രാറിൻ്റെ സ്പെഷ്യൽ പെർമിഷനോട് കൂടെ നമുക്ക് ആ 25 എന്നുള്ളത് റെഡ്യൂസ് ചെയ്തിട്ട് 10% വരെയൊക്കെ ആക്കാം. ഓക്കെ, ബട്ട് ഇയർ എന്താണ് ക്വസ്റ്റ്യൻ? എത്ര പെർസെൻറ്റേജ് ആണെന്ന് ചോദിക്കണം. അപ്പോൾ ഡയറക്റ്റ് 25%. ദെൻ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റ് ഓഫ് മുനിസിപ്പാലിറ്റീസ് ആൻഡ് പഞ്ചായത്ത്സ്. നമ്മൾ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് മേജർ ഒബ്ജക്റ്റീവ്സ്? ഒന്ന്, ടു എൻഷുർ ഓൺ ദ ഫെയർനെസ് ആൻഡ് കറക്റ്റ്നെസ് ഓഫ് കണ്ടൻസ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മേലെയുള്ള ഇതിൻ്റെ ഫെയർനെസ് ആൻഡ് കറക്റ്റ്നെസ് ഉറപ്പ് വരുത്തുക. സോ ദാറ്റ് ഈസ് ട്രൂ ആൻഡ് ഫെയർ ആണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്. ഓക്കെ, എല്ലാ ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവിൽപ്പെട്ട സാധനമാണത് ട്രൂ ആൻഡ് ഫെയർ അല്ലേ. അപ്പോൾ അവിടെ ഇവിടെയും അത് തന്നെയാണ്. ഫെയർനെസ് ആൻഡ് കറക്റ്റ്നെസ് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആണ് ചോദിക്കുന്നത്. രണ്ടാമത്തത് മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അഡിക്വസി ഓഫ് ദ ഇൻറ്റേർണൽ കൺട്രോൾ. സി, ഒരു കമ്പനിയിൽ ഒരു ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഹി വിൽ ബി ചെക്കിംഗ് ദ അക്കൗണ്ടിങ് സിസ്റ്റം ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ അല്ലേ. അപ്പോൾ ഇൻറ്റേർണൽ കൺട്രോൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ആൻ ഓഡിറ്റർ ടു എക്സാമിൻ. ആ ഇൻറ്റേർണൽ കൺട്രോൾ അയാൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് അയാൾക്ക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ അക്കൗണ്ടിങ് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ ഐഡിയ അയാൾക്ക് ഉണ്ടായിരിക്കാം. ഓക്കെ, മൂന്നാമത്തത് ടു എൻഷുർ വാല്യൂ ഓഫ് മണി ഈസ് ഫുള്ളി റിസീവ്ഡ് ഓൺ എമൗണ്ട് സ്പെൻഡ്. ഓക്കെ, അതായത് see, municipality and panchayat is using the public fund to develop their area. അവരുടെ
സിറ്റിയും കാര്യങ്ങളൊക്കെ അവർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫണ്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഫണ്ട് ചിലവാക്കുന്ന സമയത്ത് എപ്പോഴും മറ്റ് വേറൊരാളുടെ ഫണ്ടാണ് നമ്മൾ ചിലവാക്കുന്ന ഒരു പ്രൊപ്പറേറ്ററി കോൺസെപ്റ്റ് നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്പെൻഡ് ചെയ്ത മണിയുടെ മൂല്യം അതിൻ്റെ വാല്യൂ നമുക്ക് കറക്റ്റ് റിസീവ് ആയിട്ടുണ്ടോ എന്നും കൂടെ എന്ത് ചെയ്യണം, ഓഡിറ്റർ ചെക്ക് ചെയ്യണം. സോ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ്, ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് ഓഫ് ദ മുനിസിപ്പാലിറ്റീസ് ആൻഡ് പഞ്ചായത്ത്. ദിസ് ഇസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദ മെറ്റീരിയൽ. ഓക്കെ, നമ്മൾ ഓൾറെഡി നമ്മൾ പ്രിൻ്റ് ഔട്ടിൽ അത് തന്നിട്ടുണ്ട്. വി ഹാവ് ഓൾസോ ഡിസ്കസ്ഡ്. ഓക്കെ, സോ ആ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യുക, ആ ഒരു മുനിസിപ്പാലിറ്റി ആൻഡ് പഞ്ചായത്തൊക്കെ റീഡ് ചെയ്യുക. ദർ ക്യാൻ ബി ക്വസ്റ്റ്യൻസ്. ചിലപ്പം ഡയറക്റ്റായിട്ട് എന്താണ് എക്സാമിന് MCQ അല്ലാതെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആയിരുന്നു ഇതിനു മുമ്പൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓഡിറ്റ് ഫോർ എ മുനിസിപ്പാലിറ്റി ആൻഡ് പഞ്ചായത്ത്. അപ്പം ഈ ഓപ്ഷൻസ് എഴുതി വയ്ക്കും. Which of the following records are not maintained by a cooperative society as accounting record? Accounting record ആയിട്ട് cooperative society മെയിൻറ്റെയിൻ ചെയ്യാത്ത റെക്കോർഡ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. സോ അതിൽ ക്യാഷ് ബുക്സ് അവരെന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, MOA is not a document of cooperative society, it is a document of company. സോ എന്തായാലും MOA എന്തെയില്ല വരില്ല. രജിസ്റ്റർ ഓഫ് അസറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, എന്തെങ്കിലും അസറ്റ്സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ രജിസ്റ്റർ അവർ മെയിൻറ്റെയിൻ ചെയ്യണം. രജിസ്റ്റർ ഓഫ് ഷൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഗ്യാരണ്ടി നിൽക്കുന്നത് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ലോണിൻ്റെ മേലെ ഒരാൾ അഷുറൻസ് നിൽക്കുകയാണെങ്കിൽ അത് നമ്മൾ ഷ്യൂരിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ അതിനെന്തെങ്കിലും റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ദീസ് ഓൾ ആർ പാർട്ട് ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ് എക്സെപ്റ്റ് MOA. MOA ഈസ് നോട്ട് പാർട്ട് ഓഫ് എ റെക്കോർഡ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. See, this is a repeated question. According to the Central Cooperative Society Act, dash percentage of the profit of a cooperative society should be transferred. That is already explained. That is 25%. Now, which of the following is not falling under the broad category of banks? ഏതൊക്കെയാണ് ബാങ്കിൻ്റെ കാറ്റഗറി, ബ്രോഡർ കാറ്റഗറിയിൽ വരാത്ത സാധനങ്ങൾ? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വരോ? യെസ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ falling under the category of bank. Regional rural bank, RRB, regional rural bank is also covered. Cooperative bank is also a broader bank thaneyanu. These all are bank. So ellam ee parayuna moonu options endane falling under the broader category of bank. So none of the above, none of this is a right option. Okay, moonum it is a part of bank. The auditor of a nationalized bank is primarily required to comment on the following, on which of the following aspect in its report to the central government. അതായത് ഒരു നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ഓഡിറ്റർ എന്തൊക്കെയാണ് ഈ പറയുന്നതിൽ ഏതൊക്കെയാണ് അയാൾ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും, അല്ലെങ്കിൽ ഈ നാലാമത്തെ ഓപ്ഷൻ 1 or 3 ആയിരിക്കും. ഓക്കെ, സോ ലെറ്റ് സി വെദർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ അഫയേഴ്സ് ഓഫ് ദ ബാങ്ക് ആൻഡ് വെദർ ഓൾ ദ നെസസറി ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ഹാസ് ബീൻ മെയ്ഡ് അവൈലബിൾ ടു ഹിം. ഓക്കെ, സോ ഒരു ഓഡിറ്ററുടെ പ്രൈമറി ആയിട്ട് അയാൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് വേണ്ട സാധനങ്ങളാണെന്ത്, അയാൾ യു ഹാവ് ടു ചെക്ക് വെദർ ദ ബാങ്ക് ഈസ് ആക്ച്വലി ട്രൂ ആൻഡ് ഫെയർ അല്ലേ. അപ്പം ഈ ട്രൂ ആൻഡ് ഫെയർ ആണോ എന്ന് എന്ത് ചെയ്യണം, അയാൾ ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ഹിസ് ഡ്യൂട്ടി അല്ലേ. അപ്പോൾ അവിടെ പ്രൈമറി റിക്വയർമെൻ്റ് ആണ് ആക്ച്വലി ട്രൂ ആൻഡ് ഫെയർ ആണോ, അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. സോ ദിസ് ഈസ് റൈറ്റ്. Whether or not monetary supports received from the offices and branches of the bank have been found adequate for the purpose of his audit. അതായത് അയാൾക്ക് കിട്ടിയുള്ള ഓഡിറ്റ് ഫീ അയാൾക്ക് ഈ ഓഡിറ്റ് ചെയ്യാൻ സഫീഷ്യൻ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. സി ദിസ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ഓഡിറ്റ് അല്ലേ. അതായത് നമുക്ക് കിട്ടിയിട്ട് ഫീസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല ഓഡിറ്റിന് എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഫീസ് ബേസ്ഡ് ഓൺ സർട്ടൈൻ ക്രൈറ്റീരിയാസ് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതായിരിക്കാം, അല്ലെങ്കിൽ ബാങ്കുകളൊക്കെ ആണെങ്കിൽ ഇറ്റ് ഈസ് ഫിക്സ്ഡ് ഫ്രം ദ റീജിയണൽ ഓഫീസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയുള്ള ഫീസ് അഡിക്വേറ്റ് ആണോ എന്നുള്ളത് ഓഡിറ്റർ ഒരിക്കലും എന്ത് ചെയ്യേണ്ട, അയാളുടെ ഓഡിറ്റ് റിപ്പോർട്ടിലോ കാര്യങ്ങളോ അയാൾ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് അണ്ടർ ബാങ്ക്. നൗ മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ്? അപ്പോൾ ഒന്നെങ്കിൽ A ആവാം, അല്ലെങ്കിൽ C ആവാം, C അല്ലെങ്കിൽ D ആവാം. കാരണം ഓപ്ഷൻ 1 ഈസ് ഓൾറെഡി കറക്റ്റ്. വെദർ ഓർ നോട്ട് ദ ട്രാൻസാക്ഷൻ ഓഫ് ദ ബാങ്ക് വിച്ച് ഹാവ് കം ടു ഹിസ് നോട്ടീസ് ഹാവ് ബീൻ വിത്തിൻ ദ പവർ ഓഫ് ദ ബാങ്ക്. ദാറ്റ് ഈസ് എ ഗുഡ് പോയിന്റ്. എന്താണ്
whether or not transaction of the bank in the transaction which have come to his notice, അയാളുടെ നോട്ടീസ് വന്നിട്ടുണ്ട്, have been within the power of the ബാങ്കിൻ്റെ പവറിൽ നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അവർ ട്രാൻസാക്ട് ചെയ്തിട്ടുള്ളതെന്ന് എന്ത് ചെയ്യുക ഉറപ്പ് വരുത്തുക. നമുക്കറിയാം ഇപ്പോൾ നീരവ് മോദിയുടെ കേസും മറ്റുള്ള കാര്യം ബാങ്കുകൾ അവരുടെ മാനേജറുടെ പവർ ബാങ്ക് മാനേജറുടെ പവറിൻ്റെ അപ്പുറത്തേക്ക് അവർ ദേ ഹാവ് സാങ്ഷൻ സർട്ടൈൻ ട്രാൻസാക്ഷൻസ് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഈ സാങ്ഷനും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആണോ എന്ന് ഓഡിറ്ററാണ് എന്ത് ചെയ്യേണ്ടത് ആക്ച്വലി ചെക്ക് ചെയ്യേണ്ടത് ഇയർലി. സോ ബ്രാഞ്ച് മാനേജറുടെ അതോറിറ്റിയുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് അവർ ഓഡിറ്റ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ലോണിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ബാങ്ക് ദേ വിൽ ഹാവ് ഫണ്ട്. ബാങ്കുകൾ ഒരുപാട് ഫണ്ടുകളുണ്ടാവും, പക്ഷേ ആ ഫണ്ടൊക്കെ തോന്നിയ പോലെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല. ദർ ആർ മെനി റെഗുലേഷൻസ് ഫ്രം RBI, നബാർഡ് ആൻഡ് മെനി അതർ ഓർഗനൈസേഷൻസ് അല്ലേ. അപ്പോൾ ഈ ഓർഗനൈസേഷൻസിൻ്റെ കംപ്ലയിൻസ് ഒക്കെ പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ പവറിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഇവിടെ ഓഡിറ്റ് ചെയ്തതെന്ന് എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. സോ ദിസ് ഓപ്ഷൻ ഈസ് ഓൾസോ റൈറ്റ്. അപ്പം ഓപ്ഷൻ ബോത്ത് 1 and 3 ഈസ് ദ റൈറ്റ് ആൻസർ. 161. ഓക്കെ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. യു റീഡ് ഇറ്റ് 2 or 3 times, അണ്ടർസ്റ്റാൻഡ് വിത്ത് ദ പ്രാക്ടിക്കൽ നോളേജ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, യു ക്യാൻ ഈസിലി ഗെറ്റ് ദിസ്. ഓക്കെ. ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ട്സിൽ നിങ്ങൾക്ക് ടൈമില്ല എന്നുള്ളൊരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അൺലെസ് നിങ്ങൾ ഒരു 1 hour അല്ലെങ്കിൽ 1.5 hour ഒക്കെ വെറുതെ തിരിഞ്ഞളിച്ചിട്ട് വരികയാണെങ്കിൽ യു വിൽ നോട്ട് ഹാവ് ടൈം. ബട്ട് നോർമലി ഇഫ് യു സ്പെൻഡ് ദ ടൈം ആക്യുറേറ്റ്ലി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് ഏർലി എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് മീൻസ് നിങ്ങൾ എക്സാം ഹാളിൽ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും ഈവൻ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഓൾ ദ ക്വസ്റ്റ്യൻസ്. സോ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ യു ക്യാൻ സ്പെൻഡ് ലിറ്റിൽ മോർ ടൈം ഫോർ റീഡിങ് ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ. ഇൻ റിലേഷൻ ടു അഡ്വാൻസസ് മെയ്ഡ് ബൈ ബാങ്ക് an auditor needs to review which of the following. Advances made by the bank എന്ന് പറഞ്ഞാൽ എന്താ, ബാങ്ക് ആർക്കെങ്കിലും ലോണോ അഡ്വാൻസസോ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഓഡിറ്റർ നീഡ് ടു റിവ്യൂ വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഈ പറയുന്നതിൽ ഏതൊക്കെയാണ് അയാൾ റിവ്യൂ ചെയ്യേണ്ടതെന്നാണ് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. സ്ക്രൂട്ടനൈസ് ദ സബ്സിഡറീസ്, ലെഡ്ജേഴ്സ് ആൻഡ് കൺട്രോൾ അക്കൗണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, സബ്സിഡറി, ലെഡ്ജേഴ്സ് ആൻഡ് കൺട്രോൾ അക്കൗണ്ട് എന്താണ് വെരിഫൈ ചെയ്യണം. യെസ്. സ്ക്രൂട്ടനൈസ് ദ ഓവർ ഡ്യൂ അക്കൗണ്ട് ആൻഡ് സ്കീം ഓഫ് റിക്കവറി ഓഫ് സച്ച് എമൗണ്ട്. യെസ്. ഓവർ ഡ്യൂ അക്കൗണ്ട് ഏതെങ്കിലും ഉണ്ടോ, അതുപോലെ തന്നെ എങ്ങനെയാണ് ആ ഓവർ ഡ്യൂ ആയിട്ടുള്ള ഫണ്ട് റിക്കവർ ചെയ്യാനുള്ള പ്ലാൻ, അതെന്ത് ചെയ്യണം, ഓഡിറ്റർ എൻഷുർ ചെയ്യണം. എൻഷുർ ദ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ഓഫ് ദ അക്കൗണ്ട്സ്. ഓക്കെ. ഇതെല്ലാം എന്ത് ചെയ്യണം, ഓഡിറ്റർ ഒരു അഡ്വാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിവ്യൂ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ ദിസ് ഈസ് എ കോമൺ ലോജിക്. സോ അതെന്ത് ചെയ്യണം, ഓൾ ഓഫ് ദ അബവ് ഈസ് ദ റൈറ്റ് ആൻസർ. Hospitality sector covers a wide range of organization which can be broadly divided into categories. See, hospitality sector. നമുക്കറിയാം hospitality sector എന്ന് പറഞ്ഞാൽ എന്താ. hospitality sector ബേസിക്കലി നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തായിട്ട് കാണാം. ഐ വിൽ ജസ്റ്റ് റൈറ്റ് ഹിയർ. ഇവിടെ ഞാൻ എഴുതാം. ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ള ചില സെക്ടറുകളുണ്ട്. ദാറ്റ് ഈസ് ഒന്ന് റെസ്റ്റോറൻറ്റ് ഈസ് ആൻ ഹോസ്പിറ്റാലിറ്റി സെക്ടർ. ഓക്കെ. രണ്ടാമത്തത് വി ക്യാൻ സി ടൂർ ആൻഡ് ട്രാവൽ. ദാറ്റ് ഈസ് ഓൾസോ എ ഹോസ്പിറ്റാലിറ്റി സെക്ടർ. ദെൻ തേർഡ് വൺ hotel. Okay. Fourth one, recreation sector. Recreation centers. Recreation centers എന്ന് പറയുന്നത് ആക്ച്വലി എന്താ, നമ്മളുടെ ഒരു നമുക്ക് എൻ്റർടൈൻമെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചില സിനിമ തിയേറ്റർ ആവാം, അല്ലെങ്കിൽ അമ്യൂസ്മെൻറ്റ് പാർക്സ് ആവാം, അല്ലെങ്കിൽ ക്ലബ്ബുകളായിരിക്കാം. സോ ഇതൊക്കെ ആണ് റിക്രിയേഷനിൽ വരിക. റിക്രിയേഷൻ ക്ലബ്സ് എന്നൊക്കെ കേട്ടില്ലേ. അപ്പം ഇതാണ് ആക്ച്വലി എന്ത് 4 കാറ്റഗറീസ് ഓഫ് ഹോസ്പിറ്റാലിറ്റി. ഇതിൻ്റെ അണ്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ, ഹോസ്പിറ്റാലിറ്റി സെക്ടർ കവേർഡ് എ വൈഡ് റേഞ്ച് ഓഫ് ഓർഗനൈസേഷൻ വിച്ച് ക്യാൻ ബി ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു 4 കാറ്റഗറീസ്. 4 കാറ്റഗറി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹോസ്പിറ്റാലിറ്റിയെ ഡിവൈഡ് ചെയ്യാം. ആ 4 കാറ്റഗറിയിൽ റെസ്റ്റോറൻറ്റ്, ടൂർസ് ആൻഡ് ട്രാവൽസ്, ഹോട്ടൽ, റിക്രിയേഷൻ ക്ലബ്സ്. ഓക്കെ, ഇതൊക്കെ അതിൽ കവേർഡാണ്. നോ 164 എന്താ പറയുന്നത്, സ്റ്റെപ്സ് കോമൺ ഫോർ ദ കാറ്റഗറി ഓഫ് റെസ്റ്റോറൻറ്റ് ഇൻ റിലേഷൻ ടു ഹോസ്പിറ്റാലിറ്റി സെക്ടർ ഈസ് ആർ. അതായത് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഹോസ്പിറ്റാലിറ്റി സെക്ടറിലുള്ള അതിൻ്റെ കോമൺ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഒന്ന്, റെസ്റ്റോറൻറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ആസ് ആൻ ഓഡിറ്റർ നമ്മൾ വെരിഫൈ ചെയ്യുക. വൗച്ച് റവന്യൂ ഔട്ട് ഓഫ് കമ്മീഷൻ ഫ്രം ദ വേരിയസ് കമ്പനീസ് ആൻഡ് ടൂർ പാർട്ട്നേഴ്സ്. എന്താ പറഞ്ഞത്, റെസ്റ്റോറൻറ്റിൽ റവന്യൂ ഔട്ട് ഓഫ് കമ്മീഷൻ ഫ്രം വേരിയസ് കമ്പനീസ് ആൻഡ് ടൂർ ഓപ്പറേറ്റർ. റെസ്റ്റോറൻറ്റിന് കമ്മീഷൻ കിട്ടുമോ? ഈസ് എ എനിത്തിങ് ദാറ്റ് റെസ്റ്റോറൻറ്റ് വിൽ റിസീവ് കമ്മീഷൻ?
നമ്മൾ ടൂർ കമ്പനികൾ അവർ നമ്മൾ ബസ്സിലൊക്കെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പാക്കേജിനൊക്കെ പോകുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഹോട്ടലിലായിരിക്കും അവർ നിർത്തുക അല്ലേ. എന്നിട്ട് അവിടെ നിർത്തിയിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഫുഡ് കഴിച്ചോളൂ എന്ന് പറയും. എന്നിട്ട് ആ ഫുഡ് വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഫുഡ് കഴിക്കും. ആ ഫുഡ് കഴിച്ചതിൻ്റെ ഒരു ചെറിയൊരു എമൗണ്ട് എന്ത് ചെയ്യും, ഈ ടൂർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ബസ് ഡ്രൈവർക്കോ അല്ലെങ്കിൽ അവർക്ക് ആ കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്യും അല്ലേ. അപ്പോൾ നോർമലി റെസ്റ്റോറൻ്റ് ആണ് എന്ത് ചെയ്യുക, ഈ കമ്പനികൾക്കും അതുപോലെ തന്നെ ടൂർ പാർട്ട്നേഴ്സിനൊക്കെ എന്ത് ചെയ്യാം, കമ്മീഷൻ കൊടുക്കാം. ഒരിക്കലും ഈ കമ്പനികൾ ഫുഡ് കഴിച്ച് വന്നിട്ട് വീണ്ടും എന്താ റെസ്റ്റോറൻറ്റിന് പേയ്മെൻറ്റ് കൊടുക്കില്ല. സോ ദിസ് ഈസ് എ റോങ് ആൻസർ. ആക്ച്വലി ദിസ് ഓപ്ഷൻ നേരെ തിരിച്ചാണ് വേണ്ടത്. റവന്യൂ അല്ല, ഇറ്റ്സ് എൻ എക്സ്പെൻസ് ആണെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ദിസ് പോയിന്റ് ഈസ് റോങ്. റെസ്റ്റോറൻറ്റിന് അങ്ങനെ ഒരു കമ്മീഷൻ കിട്ടുന്നില്ല. സോ കോമൺ സ്റ്റെപ്സ് കോമൺ ഫോർ ദ കാറ്റഗറി ഓഫ് റെസ്റ്റോറൻറ്റ് റിലേഷൻ ടു ഹോസ്പിറ്റാലിറ്റി സെക്ടർ എന്ന് പറയുന്നതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഇല്ല. ഒരിക്കലും റെസ്റ്റോറൻറ്റ് ഈസ് നോട്ട് റിസീവിങ് എനി കമ്മീഷൻ. Verify the total revenue recognized based on the daily and monthly sales report. That is correct. അതായത് നമ്മൾ ഡെയിലി ആൻഡ് മന്ത്ലി സെയിൽസ് റിപ്പോർട്ട് വെച്ചിട്ട് നമ്മൾ ടോട്ടൽ റവന്യൂ ഓഡിറ്റർക്ക് എന്ത് ചെയ്യാം, വെരിഫൈ ചെയ്യാം. ചെക്ക് ദാറ്റ് റവന്യൂ ഹാസ് ബീൻ റിയലൈസ്ഡ് ഇൻ ക്യാഷ് ബേസ്ഡ് ഓൺ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ചെക്ക് വെദർ അരിയേഴ്സ് റിട്ടേൺ ഓഫ് ഇഫ് എനി ഹാസ് ബീൻ ഡ്യൂലി അപ്രൂവ്ഡ് ബൈ ദ പേഴ്സൺ റെസ്പോൺസിബിൾ. എന്താണ്, റവന്യൂ ഹാസ് ബീൻ റിയലൈസ്ഡ് ഇൻ ക്യാഷ് ബേസ്ഡ് ഓൺ ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ക്യാഷായിട്ട് റിയലൈസ് ചെയ്തിട്ടുള്ള ഫണ്ടുകൾ എന്ത് ചെയ്യാം, നമുക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ചിലപ്പം ചില പേയ്മെൻറ്റുകളൊക്കെ നമുക്ക് കിട്ടാതിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും റൈറ്റ് ഓഫ് ഒക്കെ ചെയ്യേണ്ടി വരാം. അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി ഓതറൈസ്ഡ് ബൈ എ പെർട്ടിക്കുലർ മാനേജ്മെൻറ്റിലുള്ള ചില ആളുകൾക്ക് മാത്രമേ അത് ഓതറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അവിടെയുള്ള സ്റ്റാഫിൽ അയാൾ പറയുകയാണ് ഓക്കെ ഇന്നാൾ തന്നിട്ടില്ല, ഞാൻ തന്നെ റൈറ്റ് ഓഫ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി ഓതറൈസ്ഡ്. ഓക്കെ, അപ്പോൾ ഈ മൂന്നാമത്തെ ഓപ്ഷനും ഈസ് ഓൾസോ റൈറ്റ്. ചെക്ക് വെദർ ദ റവന്യൂ ഹാസ് ബീൻ റിയലൈസ്ഡ് ഇൻ ക്യാഷിലാണോ റിയലൈസ് ചെയ്തത് ബേസ്ഡ് ഓൺ ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ചെക്ക് വെദർ അരിയർ റിട്ടേൺ ഓഫ് ഇഫ് എനി ഹാസ് ബീൻ ഡ്യൂലി അപ്രൂവ്ഡ് ബൈ ദ പേഴ്സൺ റെസ്പോൺസിബിൾ. സോ ഓപ്ഷൻ 2 and 3 are right answer. So option 2 and 3 is the right answer. വെരി വെരി ഈസി ക്വസ്റ്റ്യൻ. അത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് സെക്ടറിൻ്റെ ആണ് ആ പോയിന്റ് എന്നുള്ളത്. റിഗാർഡിങ് വിച്ച് കാറ്റഗറി ഓഫ് ഹോസ്പിറ്റാലിറ്റി സെക്ടർ. അപ്പോൾ ഹോസ്പിറ്റാലിറ്റി സെക്ടർ ആണെന്ന് മനസ്സിലായി. നമുക്ക് 4 സെക്ടറാണ് നമുക്കുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. ഫോളോയിങ് സ്റ്റെപ്സ് ആർ ടേക്കൺ ഫോർ ഓഡിറ്റിംഗ് പർപ്പസ്. 1, വൗച്ച് ദ കളക്ഷൻ ഫ്രം ബ്രോഡേഴ്സ് ബേസ്ഡ് ഓൺ their check-in and check-out information recorded in the register counterfoil of bills and cash book. ഓക്കെ, ചെക്ക് ഇൻ ആൻഡ് ചെക്ക് ഔട്ട് ഒക്കെ ഇപ്പോൾ അമ്യൂസ്മെൻറ്റ് പാർക്കിലുണ്ടാവും, സിനിമ ഹാളിലൊക്കെ ഉണ്ടാവാം, അതുപോലെ തന്നെ ഹോട്ടൽസ് ആൻഡ് ഗസ്റ്റ് ഹൗസിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. സോ ദിസ് പോയിന്റ് മേ ബി കൺഫ്യൂസിങ്. അടുത്ത പോയിന്റോ, വെരിഫൈ ദ റൂം റെൻറ്റ് receipts and daily occupancy reports. Ask for proper clarification from differential rent charged from any border. Being careful while verifying the adjustment of unrealized room rent, cancellation charges of booking accommodations at the time of closing of accounts. റൂം ബുക്കിംഗ് ആണ് എന്തെങ്കിലും റൂം റെസീറ്റ്സ് ആണ് ചോദിക്കുന്നത്. അങ്ങനെ റൂം റെസീറ്റ് സിനിമ ഹാളിൽ എന്തെങ്കിലും റൂം ഉണ്ടാവോ? ഇല്ല. അമ്യൂസ്മെൻറ്റ് പാർക്ക് ഇല്ല. ടൂർസ് ആൻഡ് ട്രാവൽസ്, സോ ഇറ്റ് ഷുഡ് ബി hotel. Let's see third point also. Vouch collection on account of special events such as conferences, wedding ceremonies etc. separately based on the counterfoil of receipt. So ചില ഹോട്ടലുകളിലൊക്കെ അവർക്ക് കോൺഫറൻസ് റൂം അല്ലെങ്കിൽ ഈ ഇതൊക്കെ ഉണ്ടാവും, അതിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യും, റവന്യൂ കിട്ടും. സോ ഓപ്ഷൻ നമ്പർ 3 is the right answer. Steps for audit. സ്റ്റെപ്സ് ഓഫ് ഓഡിറ്റ് കോമൺ ഫോർ ഓൾ ഓർഗനൈസേഷൻ, എല്ലാ ഓർഗനൈസേഷൻസിനും. സോ ഈ ഒരു ഓപ്ഷൻ വായിച്ചത് നിങ്ങൾക്ക് മൂന്ന് പോയിന്റ് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ എഴുതാനുള്ളത് നിങ്ങൾക്ക് കിട്ടും. ഒന്നെന്താണ്, അണ്ടർസ്റ്റാൻഡ് ദ ഓണർഷിപ്പ് സ്ട്രക്ചർ ഓഫ് ദ ഓർഗനൈസേഷൻ്റെ ഓണർഷിപ്പ് സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അത് പാർട്ട്ണർഷിപ്പ് ഫേം ആണോ, ട്രസ്റ്റ് ആണോ, അതുപോലെ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണോ. സോ ബേസ്ഡ് ഓൺ ദാറ്റ് അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആഡ് ഓർ ഡിലീറ്റ് ചെയ്യേണ്ടി വരാം നമ്മൾ ഓഡിറ്റ് പ്രൊസീജിയർ. പിന്നെ ഇവാലുവേറ്റ് ദ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം, ഡിറ്റർമൈൻ ദ എൻറ്റി നേച്ചർ, ടൈം ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയർ. ദിസ് ഹാവ് ടു ബി ഡൺ ഫോർ ഓൾ ദ ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ ചെക്ക് ദാറ്റ് organization has a valid license from the appropriate authority to run the business. So all of this all we have to do. എല്ലാ ഓർഗനൈസേഷനിലും കോമൺ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട 3 പോയിന്റുകളാണ്. ഓക്കെ, I hope you
understood these MCQ. So നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തതാണ്, ബട്ട് നിങ്ങൾ എല്ലാ സ്റ്റഡീസും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം യു ഹാവ് ടു ഗോ ത്രൂ ദിസ് MCQ ഓൾസോ. കാരണം ഈ MCQയിൽ നിങ്ങൾ പഠിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയൊക്കെയാണ് MCQ ക്വസ്റ്റ്യൻസ് വരിക, എങ്ങനെയാണ് നിങ്ങളത് ആൻസർ ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഏരിയയിൽ സ്പെസിഫിക് ആയിട്ട് ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഏരിയാസ് നിങ്ങൾക്ക് ഒന്നും കൂടെ ഫോക്കസ് ചെയ്യാനും കൂടെ പറ്റുന്ന രീതിയിലാണ് എന്തെങ്കിലും MCQ നിങ്ങൾക്ക് റീഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഈസ് വെരി ബെനിഫിഷ്യൽ ഫോർ യു. Best of luck for your examination. Okay.